Yes. Okay, so once again, good evening, everyone. നമ്മൾ വെബ് ലേണിംഗിന്റെ ഡാറ്റ സോഷ്യൽ സയൻസ് ഫോക്കസ് ചെയ്യുന്ന കുട്ടികളാണ് നമ്മുടെ കൂടെയുള്ളത്. സോ അബൌട്ട് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ, അതേപോലെ തന്നെ വി ഹാവ് ബീൻ നമ്മൾ കഴിഞ്ഞൊരു 5 to 6 years ആയിട്ട് ടിസ്നെറ്റ് മാത്രം ഫോക്കസ് ചെയ്ത് ഇന്ത്യയിലെ വൺ ഓഫ് ദ ലീഡിംഗ് റിസൾട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു സ്ഥാപനം കൂടെയാണ്. സ്വാഭാവികമായിട്ടും നമുക്ക് എങ്ങനെ ടിസിലേക്ക് എത്താം, അതേപോലെ തന്നെ ഏതൊക്കെ രീതിയിലാണ് നമ്മുടെ ടിസിൽ പ്രിപ്പയർ ചെയ്യുന്നത്, വൈ ടിസ് എന്ന് പറയുന്ന സ്ഥാപനത്തിന് വേണ്ടി മാത്രം എന്തിനൊരു പ്രോഗ്രാം, ഇതൊക്കെ ആയിരിക്കും നമ്മൾ ഇന്നത്തെ ഈ ഒരു വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഡിസ്കസ് ചെയ്യാം. സോ നമ്മുടെ കൂടെ നമ്മളുടെ അറ്റൻഡ് ആയിട്ടുള്ള ആളും കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്. സോ ഷീ വിൽ ഓൾസോ ബി എക്സ്പ്ലെയിൻ ഹെർ എക്സ്പീരിയൻസ്. എന്താണ് ടിസി എന്നൊക്കെ പറയുന്ന ഒരു കൺസെപ്റ്റ് വരാനുള്ള കാരണം എന്താണ് തുടങ്ങിയിട്ട് പല കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യും കുറഞ്ഞ സമയത്തിനുള്ളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ നമുക്ക് തുടങ്ങാൻ തോന്നുന്നു. ഞാൻ എൻ്റെ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യുന്നുണ്ട്. സോ കാണുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യാം. യു ആർ ഏബിൾ ടു സീ മൈ സ്ക്രീൻ. കാണാമോ? ക്യാൻ യു സീ മൈ സ്ക്രീൻ? കാണുന്നുണ്ടോ കുട്ടികളെ? ഓക്കെ, കാണാം. ഓക്കെ, ഫൈൻ. സോ നമ്മള് തുടങ്ങാണ്. എനിക്ക് തോന്നുന്നു കുറച്ച് ആളുകൾ നമ്മളുടെ ഓൾറെഡി ഉള്ള കുട്ടികളുണ്ട്. എനിവേ, നമുക്ക് ഡിസ് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിനെ കുറിച്ച് തന്നെ തുടങ്ങാം. സോ ഡിസ് എന്ന് പറയുന്നത് നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മളുടെ പോസ്റ്റ് ഗ്രാജുവേറ്റ് അല്ലെങ്കിൽ നമ്മളുടെ ഒരു ഗ്രാജുവേഷൻ ഒക്കെ കഴിഞ്ഞ് മാസ്റ്റേഴ്സ് ഒക്കെ പ്ലാൻ ചെയ്യുന്ന സമയത്ത് പ്ലെന്റി ഓഫ് യൂണിവേഴ്സിറ്റീസ്, ഒരുപാട് സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് നമ്മൾ ടിസ് എടുക്കുന്ന സമയത്ത് ഇറ്റ് ഹാസ് ഗോട്ട് ഇറ്റ്സ് ഓൺ വാല്യൂ എന്നുള്ളതാണ്. അപ്പൊ അതിന് നമ്മൾ പറയുന്ന സമയത്ത് തന്നെ ഒരു 1936 മുതലൊക്കെ ഉള്ള സോഷ്യൽ വർക്കിലെ ലോകത്തിലെ തന്നെ വൺ ഓഫ് ദി ലീഡിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളായിട്ട് മാറിയിട്ടുള്ള ഒരു സ്ഥാപനം കൂടെയാണ് ടിസ്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് മുന്നേ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ സ്ഥാപനം നിലവിലുണ്ടാവുകയും അതുപോലെ തന്നെ അതിന്റെ ഒരു ക്വാളിറ്റി അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ തീർച്ചയായിട്ടും നമ്മളുടെ ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ പഠിക്കുന്ന സ്ഥാപനം എത്രത്തോളം നല്ലത് എന്നുള്ളത് എന്താണ് വളരെ റെലവെന്റ് ആണ്. പ്രത്യേകിച്ചിട്ട് നമ്മൾ ഈ സമയത്തൊക്കെ നോക്കുന്ന സമയത്ത് പല സ്ഥാപനങ്ങളിലും പഠിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് നമ്മളുടെ കരിയറിൽ വ്യത്യസ്ത രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല സ്ഥാപനത്തിൽ നമ്മളുടെ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യുക എന്നുള്ളത് നമ്മളുടെ ഓരോ ആളുകളുടെയും ഏറ്റവും വലിയ ഒബ്ജക്റ്റീവായിട്ട് മാറേണ്ടതുണ്ട്. അതുകൊണ്ടാണല്ലോ നിങ്ങൾ ഈ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഡാറ്റ സോഷ്യൽ സയൻസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ടിസ് എന്ന് ചുരുക്കപ്പേരിൽ പറയുന്ന സ്ഥാപനം 1936 മുതലേ ഈ ഒരു മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. 1944 സമയത്തൊക്കെ ആയപ്പോഴാണ് എന്ത് ചെയ്തിട്ടുള്ളത്, അതിനെ റീനെയിം ചെയ്യുന്നതും 1964 ആയത് മുതലേ എന്തുണ്ട് ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റി ആയിട്ട് മേഖലയിൽ. ഇപ്പൊ JRD ടാറ്റ, അവളുടെ ടാറ്റയുടെ ഒക്കെ പിന്നെ പിതാ അല്ലെങ്കിൽ ഫാദർ ഗ്രാൻഡ് ഫാദർ ആയിട്ട് JRD ടാറ്റയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഒരു സ്ഥാപനം എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ ഈ ഒരു സ്ഥാപനത്തിൽ നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അതിന്റെ ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവും കൂടെ എന്താണ് വളരെ റെലവെന്റ് ആണ് എന്നുള്ളതാണ്. അപ്പോൾ 4 മേജർ ക്യാമ്പസുകളാണ് ടിസ് എന്ന് പറയുന്ന സ്ഥാപനത്തിൽ ഉള്ളത്. ഒന്ന് മുംബൈയിലാണ്, മറ്റൊന്ന് ഗുവാഹട്ടിയാണ്, പിന്നെ തുൾജാപൂർ, ഹൈദരാബാദ്. ഇങ്ങനെ 4 മേജർ ക്യാമ്പസുകളിലായിട്ടാണ് എന്തുള്ളത് നമ്മളുടെ ടിസ് ഉള്ളത് എന്നുള്ളത്. അപ്പോൾ യൂഷ്വലി ആളുകളൊക്കെ ഫോക്കസ് ചെയ്യുന്നത് മുംബൈയിൽ തന്നെ അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് പല ആളുകളും ഫോക്കസ് ചെയ്യാറുള്ളത്. അപ്പൊ നേരത്തെ നമ്മളിങ്ങനെ പറഞ്ഞിരുന്നു ടിസിന്റെ കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് തന്നെ അക്കാഡമിക്കൽ ഫോക്കസ്ഡ് ആയിട്ട് നമ്മൾ നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഹാസ് ഗോട്ട് ഇറ്റ്സ് ഓൺ ഇൻവെർട്ട്. നമ്മൾ റീസെന്റ് ആയിട്ടുള്ള ഓരോ റാങ്കിങ്ങുകൾ നോക്കുന്ന സമയത്തും ആ റാങ്കിങ്ങിലൊക്കെ ഇന്ത്യയിലെ സോഷ്യൽ സയൻസ് എന്ന് പറയുന്ന വളരെ കുറഞ്ഞ കോഴ്സുകൾ മാത്രമേ അവിടെ ഉള്ളൂ. എങ്കിൽ പോലും US-ന്റെ ഏഷ്യ യൂണിവേഴ്സിറ്റി റാങ്കിങ്ങിലൊക്കെ 200-250 റാങ്കിലാണ് ശരിക്കും. മീൻസ് ദാറ്റ് ഏകദേശം കുറഞ്ഞ കോഴ്സുകൾ ഇത്രത്തോളം കൂടുതൽ റാങ്ക് നേടുന്ന സ്ഥാപനങ്ങളിൽ പിന്നെ ടിസ് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. കാരണം അത്രത്തോളം ഫോക്കസ്ഡ് ആയിട്ടാണ് അവരുടെ കരിക്കുലവും അതേപോലെ തന്നെ അവിടെയുള്ള വ്യത്യസ്ത രീതിയിലുള്ള കാര്യങ്ങളും ഉള്ളത്. ഇപ്പൊ NIRF എന്ന് പറയുന്ന റാങ്കിങ് നിങ്ങൾക്ക് ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും. ഇന്ത്യയിലെ തന്നെ എല്ലാ യൂണിവേഴ്സിറ്റികളുടെയും ക്വാളിറ്റി അഷ്യൂർ ചെയ്യുന്ന ഒരു പിന്നെ റാങ്കാണ് NIRF റാങ്ക് എന്ന് പറയുന്നത്. അപ്പൊ ആ റാങ്കിൽ 98th റാങ്കിലുള്ള വൺ ഓഫ് ദ ലീഡിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു സ്ഥാപനത്തിലെ നമ്മൾ ഇത്രത്തോളം ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ വെൻ വി സേ ലൈക്ക് നമ്മളിപ്പോ ഇന്റർവ്യൂവിന് പോകുന്ന സമയത്ത് പോലും നിങ്ങൾ എവിടുന്നാ നിങ്ങളുടെ പോസ്റ്റ് ഗ്രാജുവേഷൻ ചോദിക്കുന്ന സമയത്ത് ടിസ് എന്നാണ് എന്ന് പറയുമ്പോൾ തന്നെ ആ ഇന്റർവ്യൂ മോഡിലോ അല്ലെങ്കിൽ
നമ്മളെ പിന്നെ ഹയർ ചെയ്യുന്ന ഒരു എംപ്ലോയറിനോ തീർച്ചയായിട്ടും അതിന്റെ ഒരു മാറ്റം ഉണ്ടാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ക്വാളിറ്റിയും കൂടെ നമ്മൾ അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ് വളരെ റെലവെന്റ് ആയിട്ടുള്ള കാര്യം. അപ്പൊ നമ്മൾ ടിസിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ there are plenty of ഡിവിഷൻസ്, അല്ലെങ്കിൽ അവിടെ ഒരു അക്കാഡമിക്കലി ഒരുപാട് ഡിവിഷൻസുകളുണ്ട്. ഇപ്പൊ നമ്മൾ സാധാരണ സ്കൂൾസ് അല്ലെങ്കിൽ സെന്റേഴ്സ് എന്നൊക്കെ പറയാറുണ്ട്, ഫാക്കൽറ്റീസ് എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ അവിടെ ഏകദേശം 20ഓളം സ്കൂളുകളും അതേപോലെ തന്നെ 45 സെന്റേഴ്സുകളും 8ഓളം ഇൻഡിപെൻഡന്റ് റിസർച്ച് സെന്റേഴ്സുകളുമാണ് ടിസിൽ ഉള്ളത് എന്നുള്ളതാണ്. അതിൽ തന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്കൂൾസുകളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് നോക്കാം ഏതാണ് നിങ്ങളുടെ ഏരിയ. ചില പല ആളുകൾ ഇതിൽ സൈക്കോളജി കഴിഞ്ഞ ആളുകളുണ്ട്, ചില ആളുകൾ HR ഫോക്കസ് ചെയ്യുന്ന ആളുകളുണ്ട്, സോഷ്യൽ വർക്കിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്, ഹെൽത്ത് മേഖലകളിലേക്ക് ഫോക്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകളുണ്ട്, ഹ്യൂമൻ റിസോഴ്സ് നമ്മളൊക്കെ പറഞ്ഞ HR മേഖലയിലേക്കുള്ള ആളുകളുണ്ട്. ഡിഫറെന്റ് പെർസ്പെക്റ്റീവിലുള്ള സോഷ്യൽ സയൻസ് മേഖലയിൽ ഇന്ത്യയിലെ തന്നെ ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള കോഴ്സുകൾ കൊടുക്കുന്ന സ്ഥാപനമാണ് ടിസ് എന്നുള്ളതും കൂടെ എന്ത് ചെയ്യാം ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോൾ ഇതാണ് ഡിഫറെന്റ് ഇൻഡിപെൻഡന്റ് സ്കൂൾസുകൾ. ഇപ്പോൾ പിന്നെ ഡിഫറെന്റ് സെന്റേഴ്സുകളും അതേപോലെ തന്നെയുള്ള ഇനി എന്തിനാ ഈ ടിസ് എന്ന് പറയുന്ന സമയത്ത് സോ ദാറ്റ്സ് എ ക്വസ്റ്റ്യൻ അല്ലേ, എന്താ ടിസ് എന്നുള്ളത്. ഇതിന്റെ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ശരിക്കും നമ്മളുടെ കൂടെയുള്ള ടിസിൽ തന്നെ പഠിച്ചിട്ടുള്ള നമ്മളുടെ അലുമിനി ആയിട്ടുള്ള ആളുകൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യും. ലൈക്ക് വൈ ടിസ് എന്തുകൊണ്ട് അവിടെ ചൂസ് ചെയ്തു, അതേപോലെ തന്നെ വാട്ട് ഷീ ഹാസ് ലേൺ ഫ്രം ടിസ് എന്നുള്ളത് നമുക്ക് ഇതിന്റെ ഇടയിൽ ഷീ വിൽ ഓൾസോ ബി ജോയിനിങ്. അവൾ എന്ത് ചെയ്യും, ഷീ വിൽ ബി എക്സ്പ്ലെയിനിങ് ഓൾ ദോസ് തിങ്സ് എന്നുള്ളതാണ്. അപ്പോൾ ടിസ് എന്തുകൊണ്ടാണെന്ന് ചോദിക്കുന്ന സമയത്ത് ഈ ഒരു 7 മേജർ പോയിന്റുകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളതാണ്. ഒന്നെന്താണ് അക്കാഡമിക് എക്സ്പോഷർ എന്നാണ്. തീർച്ചയായിട്ടും അവിടെയുള്ള ഫാക്കൽറ്റികളായിക്കോട്ടെ അല്ലെങ്കിൽ അവിടെയുള്ള ഇൻഫ്രാസ്ട്രക്ചറുകളായിക്കോട്ടെ, ദിസ് ഓൾ ഹാസ് ഗോട്ട് എന്താ പറയുക ഒരു വേൾഡ് ക്ലാസ് ലെവലിലുള്ള കാര്യങ്ങളാണ്. അപ്പൊ ടിസിനെ കുറിച്ച് നമ്മൾ എപ്പോഴും പറയുമ്പോൾ തന്നെ ഉണ്ടാവുന്ന ഒരു കാര്യം അവിടെയുള്ള അവരുടെ ഒരു പ്രത്യേക തരത്തിലുള്ള കരിക്കുലം തന്നെയാണ്. അവര് നമ്മളെ പോലെ ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ ഗ്രാജുവേഷനൊക്കെ ഒരുപാട് ടെക്സ്റ്റ് ബുക്കുകൾ നോക്കി പഠിച്ചിട്ടുണ്ടാവും. പക്ഷെ അവിടെ എന്താണ് കുറച്ചും കൂടി പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആയിട്ടുള്ള ലേണിംഗ് ആണ് പൊതുവെ എന്തിൽ നടക്കാറുള്ളത്, ടിസിൽ നടക്കാറ്. എല്ലാ സെമസ്റ്ററിലും അവർക്ക് എന്തുണ്ട്, ഫീൽഡ് വിസിറ്റ് ഉണ്ട്. അതും സോഷ്യൽ വർക്ക് പോലെയുള്ളതിലാണെങ്കിൽ എല്ലാ സെമസ്റ്ററുകളിലും അവർക്ക് എന്തുണ്ട്, ഓരോ പാർട്ട് കഴിയുമ്പോഴും അതിന്റെ ഫീൽഡ് വിസിറ്റ് ചെയ്ത് അവിടെ അവരെന്താണോ കൺസെപ്റ്റ് പഠിച്ചിട്ടുള്ളത് അതിന്റെ ഒരു എക്സ്പീരിയൻസ് അവർക്ക് അവിടുന്ന് നേടണം എന്നുള്ളതാണ്. അപ്പോൾ ദാറ്റ് എക്സ്പോഷർ വിച്ച് ഗിഫ്റ്റ്സ് ടു സ്റ്റുഡൻസ് ആണ് ശരിക്കും ടിസിന്ന് വരുന്ന ഒരു കുട്ടിയും മറ്റുള്ള ഒരു സ്ഥാപനത്തിലുള്ള കുട്ടിയും നമ്മൾ എന്ത് ചെയ്യുന്നത് വ്യത്യസ്തമാക്കുന്നത് എന്നുള്ളതാണ്. പിന്നെ അതേപോലെ തന്നെ അവിടെയുള്ള ഒരു സ്റ്റുഡന്റ് കൾച്ചർ ആയിക്കോട്ടെ, അതേപോലെ തന്നെയുള്ള മറ്റുള്ള ഇവന്റുകൾ ആയിക്കോട്ടെ, ദിസ് ഓൾ ഹാസ് ഗോട്ട് ഹ്യൂജ് റെലവൻസ് എന്നുള്ളത്. ഇതൊക്കെ ചേർന്നിട്ടുള്ളതാണ് ഒരു ടിസി അല്ലെങ്കിൽ ടിസ് കഴിഞ്ഞ് ഇറങ്ങുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഒരുപാട് അക്കാഡമിക് പ്രൊജക്ടുകൾ, പ്രത്യേകിച്ച് ഗവൺമെന്റിന്റെ പ്രൊജക്ടുകൾ യൂഷ്വലി ഇന്ത്യയിൽ ഏതെങ്കിലും സോഷ്യൽ മേഖലയിലുള്ള സോഷ്യൽ വെൽഫെയർ മേഖലയിലുള്ള ഗവൺമെന്റിന്റെ പല സ്കീമുകളും പല പ്രൊജക്ടുകളും ത്രൂ ടിസിലായിരിക്കും പൊതുവെ അവർ നടത്താറുള്ളത്. ഇപ്പോൾ ലിറ്ററസി ക്യാമ്പയിൻ നടന്നിട്ടുള്ളത്, അതേപോലെ തന്നെ മഹാരാഷ്ട്രയിലുള്ള ഗവൺമെന്റിന്റെ വ്യത്യസ്ത രീതിയിലുള്ള പ്രൊജക്ട്, സോഷ്യൽ ഓറിയന്റഡ് പ്രൊജക്ടുകളൊക്കെ ടിസിലുള്ള ഡിപ്പാർട്ട്മെന്റുകളായിട്ട് അലൈൻ ചെയ്തിട്ടാണ് അവരെന്ത് ചെയ്യാറുള്ളത് നടത്താറുള്ളത്. അപ്പൊ ആ രീതിയിലുള്ള ഡയറക്റ്റ് സൊസൈറ്റിയിലുള്ള പ്രോബ്ലംസിനെ പഠിക്കാനും അതേപോലെ റിസർച്ചുകളിലൊക്കെ ബന്ധപ്പെടാനൊക്കെ എന്ത് ഹെൽപ്പ് ചെയ്യും, ടിസ് ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്. ഇന്റർനാഷണൽ കൊളാബറേഷൻസ് ഇത് ഒരു മേജർ ആയിട്ടുള്ള ഘടകമാണ് ടിസ് പഠിച്ചാൽ കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ്. എന്ന് പറയുന്നത് എന്താണ്, ഡിഫറെന്റ് യൂണിവേഴ്സിറ്റീസ്, ലോകത്തിലെ തന്നെ ഡിഫറെന്റ് കൺട്രികളിലുള്ള യൂണിവേഴ്സിറ്റികളുമായിട്ട് ദേ ഹാവ് ടൈപ്സ് അല്ലെങ്കിൽ കൊളാബറേഷൻസ് ഉണ്ട് എന്നുള്ളതാണ്. യു ക്യാൻ സീ ഫ്രം US മാത്രം തന്നെ ഏകദേശം 12ഓളം ഡിഫറെന്റ് യൂണിവേഴ്സിറ്റികളുമായിട്ട് അവർക്ക് എന്തുണ്ട്, ഡിപ്പാർട്ട്മെന്റിലും അതേപോലെ പിന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടും തമ്മിലുള്ള ബന്ധങ്ങളുണ്ട് എന്നുള്ളത്. MOUs എന്ത് ചെയ്യും, തീർച്ചയായിട്ടും ഹെൽപ്പ് ദ സ്റ്റുഡൻസ് ടു പെർസ്യൂ ദെയർ ഹയർ സ്റ്റഡീസ് അബ്രോഡ് എന്നുള്ളതാണ്. അപ്പൊ അതും എന്ത് ചെയ്യും, ഗോ അബ്രോഡ് എന്നുള്ളത് കൂടെ എന്താണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. യൂറോപ്പിലുള്ള യൂണിവേഴ്സിറ്റികൾ, അതേപോലെ തന്നെ ഓസ്ട്രേലിയയിലുള്ള യൂണിവേഴ്സിറ്റികൾ, ദീസ് ആർ ദ വേരിയസ് യൂണിവേഴ്സിറ്റീസ് where they have collaborations എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ടിസിൽ എന്ത് ചെയ്യുന്നത്, മറ്റുള്ള സ്ഥാപനങ്ങളുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇറ്റ് ഹാസ് ഗോട്ട് ഹ്യൂജ് റെലവൻസ് എന്നുള്ളതാണ്. ഇനി നമ്മളുടെ ടിസിനെ കുറിച്ചിട്ട് ഞാൻ വളരെ പെട്ടെന്ന് എന്താണെന്ന് വെച്ചാൽ ബെറ്റർ ഓൾസോ ജോയിൻ, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ലൈക്ക് വി വിൽ ഹാവ് എ QA ഓൾസോ. അതിൽ കുറച്ചും കൂടി നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് കോഴ്സ് വൈസ് ആയിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കഷനിലേക്കൊക്കെ പോവാം എന്നുള്ളതാണ്. സോ റെലവൻസ് ഓഫ് ടിസ് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തീർച്ചയായിട്ടും നമ്മളുടെ ഈ ഒരു ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് പഠിക്കുന്ന സമയത്ത് നമ്മളൊരു CV ആയിട്ട് ഒരാളുടെ മുമ്പിൽ പോകുന്ന സമയത്ത് നമ്മൾ എവിടെയാണോ പഠിച്ചത് എന്നുള്ളത് എന്താണ് വളരെ റെലവെന്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം പ്ലെന്റി ഓഫ് പീപ്പിൾ ആർ ലാക്കിംഗ്
സ്കിൽ, അല്ലെങ്കിൽ ആളുകൾ ജോബിന് പോകുന്ന സമയത്തും ആളുകൾക്ക് സ്കില്ലില്ല. സോഷ്യൽ വർക്ക് ചെയ്യുന്ന ആളുകൾ പൊതുവെ അവർക്കുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ദേ ഓൾ ആർ പ്രാക്ടിക്കലി ഇൻവോൾവ് എന്നുള്ളതാണ്. അതേപോലെ സൈക്കോളജി മേഖലയിലുള്ള ആളുകൾക്ക് എന്താണ് പൊതുവെ ലാക്ക് ചെയ്യുന്ന ഒരു സാധനം എന്ന് വെച്ചാൽ എന്താണ് ഈ പിന്നെ ഫീൽഡ് അല്ലെങ്കിൽ പ്രാക്ടിക്കൽ ഓറിയന്റേഷൻ ഇല്ല എന്നുള്ളത്. പിന്നെ ടിസ്സിലുള്ള എല്ലാ കോഴ്സുകളും, അതിപ്പോ ഒരു ഡെവലപ്മെന്റ് സ്റ്റഡീസ് ആയിക്കോട്ടെ, അവിടെയുള്ള വ്യത്യസ്ത കോഴ്സുകൾ നമ്മൾ പരിചയപ്പെടും. ഓരോ കോഴ്സുകൾക്കും അവർക്ക് കൃത്യമായിട്ടുള്ള ഫീൽഡ് വർക്ക് മാൻഡേറ്ററി ആണ്. അതുകൊണ്ട് തന്നെ അവിടുന്ന് പഠിച്ചിറങ്ങുന്ന ഒരു കുട്ടീനെ സംബന്ധിച്ചിടത്തോളം എന്താണ് അവിടെ നടക്കുന്ന അവരുടെ മേഖലയിൽ നടക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് പറയും. ഇങ്ങനെ ആലോചിച്ച് നോക്കാം, ഒരു ബിടെക് കഴിഞ്ഞ അല്ലെങ്കിൽ ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ഒരാള് IIT-യിലൊക്കെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം ആ മേഖലയിൽ നടക്കുന്ന അല്ലെങ്കിൽ ഒരു വണ്ടി കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു മെക്കാനിക്കൽ വർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഹി ക്യാൻ ഡു എന്നുള്ളതാണ് അല്ലെ. വെറും ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ തിയറി പറഞ്ഞു എന്നുള്ളതല്ല, ലൈക് ഹി ക്യാൻ പ്രാക്ടിക്കലി ഡു. അതേ കാര്യം തന്നെയാണ് ടിസ് എന്ത് ചെയ്യുന്നത് സോഷ്യൽ സയൻസ് സബ്ജക്റ്റിലും ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു സൈക്കോളജി പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം സൈക്കോളജിയിൽ പ്രാക്ടിക്കലി എക്സ്പോഷർ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഹി ഹാസ് ടു വർക്ക് ഇൻ ക്ലിനിക്സ്, അല്ലെങ്കിൽ എക്സ്പോഷർ കിട്ടണം. ഈ ക്ലിനിക്കൽ എക്സ്പോഷർ കിട്ടൽ എന്താണ് അവരുടെ കരിക്കുലത്തിന്റെ ഭാഗമാണ്. പക്ഷെ നമ്മുടെ നാട്ടിലുള്ള പല യൂണിവേഴ്സിറ്റികൾ എന്താ ചെയ്യാറുള്ളത്? മാസ്റ്റേഴ്സ് MSc പ്രോഗ്രാംസ് ഉണ്ട്, പക്ഷെ എന്തില്ല, പ്രാക്ടിക്കൽ എക്സ്പോഷർ ഒന്നും ഉണ്ടാവില്ല. സ്റ്റുഡൻസ് എന്ത് ചെയ്യണം? ഇന്റേൺഷിപ്പിന്റെ ഭാഗമായിട്ട് പോകണം. പക്ഷെ ടിസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സിലബസിൽ തന്നെ കരിക്കുലത്തിന്റെ ഭാഗമാണ് എന്ത്, അവർ നിർബന്ധമായിട്ടും ഓരോ ആഴ്ചയിൽ ഇത്ര ദിവസം അവരെന്ത് ചെയ്യണം? ഫീൽഡിൽ പോയിട്ട് വർക്ക് ചെയ്യണം എന്നുള്ളത്. അതിനുള്ള ഓപ്ഷൻസ് അവർ പ്രൊവൈഡ് ചെയ്യും. ബട്ട് വി ഹാവ് ടു യൂട്ടിലൈസ്. അതുകൂടെ എന്താണ് ഫൈനൽ ഇതിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ദിസ് ഹാസ് ഗോട്ട് ഹ്യൂജ് റോൾ ഫോർ സോഷ്യൽ സയൻസ് സ്റ്റുഡൻസിനും അവരുടെ കരിയറിനും ഹ്യൂജ് റോൾ ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ കുറച്ച് കോഴ്സുകൾ ടിസിലെ നോക്കാം. ഇതിൽ ഡിഫറെന്റ് പ്രോഗ്രാമുകൾ, ഇപ്പൊ മാസ്റ്റർ പ്രോഗ്രാമുകൾ ഏകദേശം 53ഓളം പ്രോഗ്രാമുകളാണ് നമുക്ക് ടിസിൽ ഉള്ളത്. അതിൽ തന്നെ മുംബൈ ക്യാമ്പസിൽ 33 പ്രോഗ്രാമുകളും, തുൽജാപൂർ ക്യാമ്പസിൽ 4 പ്രോഗ്രാമുകളും, ഹൈദരാബാദ് ക്യാമ്പസിൽ 8ഓളം പ്രോഗ്രാം, ഗുവാഹട്ടി ക്യാമ്പസിൽ 8 പ്രോഗ്രാം. ഇങ്ങനെ ടോട്ടൽ 53 പ്രോഗ്രാമാണ് ടിസിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അതേപോലെ ബാച്ചിലേഴ്സ് പ്രോഗ്രാം ഉണ്ട്, വിച്ച് ഇസ് നോട്ട് റെലവെന്റ് ടു us. നമുക്ക് ബാച്ചിലേഴ്സ് പ്രോഗ്രാമിന്റെ റെലവൻസ് ഇല്ല. ഡോക്ടറേറ്റ് പ്രോഗ്രാംസ് ഓൾസോ വി ആർ നോട്ട് ഫോക്കസിങ്. നമുക്ക് എന്തായാലും ആവശ്യമില്ല. there are different ODL പ്രോഗ്രാംസ്, അതായത് ഓപ്പൺ ഡിസ്റ്റൻസ് ലേണിംഗിന്റെ ഭാഗമായിട്ട് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൊക്കെ അവർ എന്ത് ചെയ്യുന്നുണ്ട്? കോഴ്സുകളും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ദാറ്റ് ക്യാൻ ഓൾസോ ബി ഫോക്കസ് എന്നുള്ള, നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ആ രീതിയിലും ചെയ്യാവുന്നതാണ്. ഇനി മുംബൈ ക്യാമ്പസിലെ മേജർ കോഴ്സുകൾ നമ്മൾ എടുക്കുന്ന സമയത്ത് there are 19 schools in മുംബൈ ക്യാമ്പസ്, 6 സെന്റേഴ്സും 69 പ്രോഗ്രാമുകളാണ് മുംബൈ ക്യാമ്പസിൽ മാത്രമായിട്ടുള്ളത്. മോർ ദാൻ 5000 സ്റ്റുഡൻസ് എന്ത് ചെയ്യുന്നുണ്ട്? മുംബൈ ക്യാമ്പസിൽ പഠിക്കുന്നുണ്ട്, വിച്ച് ഈസ് ദ മേജർ, അല്ലെങ്കിൽ അതിന്റെ ഒരു ഹെഡ് ക്വാർട്ടേഴ്സ്, അല്ലെങ്കിൽ മുംബൈയാണ് ഒരു മേജർ ക്യാമ്പസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. അതിലുള്ള ഡിഫറെന്റ് പ്രോഗ്രാമുകൾ നമ്മൾ നോക്കുന്ന സമയത്ത് ദീസ് ആർ ദ വേരിയസ് പ്രോഗ്രാംസ്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉണ്ട്, അതേപോലെ തന്നെ ഓർഗനൈസേഷൻ ഡെവലപ്മെന്റ്, ചേഞ്ച് ആൻഡ് ലീഡർഷിപ്പ്, അതേപോലെയുള്ള പ്രോഗ്രാമുകൾ. യു ക്യാൻ ജസ്റ്റ് സീ, ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ സ്ലൈഡ് മാറ്റാം, ജസ്റ്റ് പ്രോഗ്രാമുകൾ നോക്കാം. ആൻഡ് വെൻ ദർ ഈസ് എ QA, നമുക്ക് എന്ത് ചെയ്യാം? ഓരോ കോഴ്സുകളുടെ റെലവൻസും കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് അതിന്റെ കരിയർ പെർസ്പെക്റ്റീവും കൂടെ എന്ത് ചെയ്യാം? ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ടിസിനെ സംബന്ധിച്ചിടത്തോളം ഓരോ പ്രോഗ്രാമുകളും യു ക്യാൻ സീ. അപ്പൊ 4ാമത്തെ പ്രോഗ്രാം നിങ്ങൾ നോക്കുന്ന സമയത്ത് MA or MSc in വാട്ടർ പോളിസി ആൻഡ് ഗവേണൻസ്. അപ്പോൾ അതൊരു വളരെ റെലവെന്റ് ഉള്ള ഒരു അല്ലെങ്കിൽ നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു കോഴ്സാണ്. കാരണം എന്താണ്? വാട്ടർ പോളിസി നമ്മൾ പലപ്പോഴായിട്ട് പറയാറുണ്ട്, അടുത്തൊരു ലോകമഹായുദ്ധം ഉണ്ടാകുന്നുണ്ടെങ്കിൽ വെള്ളത്തിന് വേണ്ടിയായിരിക്കും, അല്ലെങ്കിൽ ഡാറ്റ ബന്ധപ്പെടുത്തിയായിരിക്കും. ഇങ്ങനെയൊക്കെ നമ്മൾ പൊതുവെ നമ്മുടെ ഡിസ്കഷൻസ് കേൾക്കാറുണ്ട്. അപ്പൊ ഈ വാട്ടർ പോളിസിയിൽ എന്താ നമ്മൾ പഠിക്കാന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും വാട്ടർ ക്രൈസിസ് എന്ന് പറയുന്നത് എന്താണ്? വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ പോളിസി ലെവലില് എങ്ങനെയാണ് ഗവൺമെന്റൽ ലെവലില്, അതേപോലെ തന്നെ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ് ആയിട്ടുള്ള UN ഒക്കെ പോലെയുള്ള മേഖലകളിൽ വാട്ടർ ഡിസ്പ്യൂട്ടുകൾ പല രാജ്യങ്ങൾ തമ്മിലൊക്കെ ഉണ്ടാവാറുണ്ട്. അവിടെയൊക്കെ ഓർഗനൈസേഷൻ ലെവലിൽ, പോളിസി ലെവലിൽ വർക്ക് ചെയ്യാനൊക്കെ നമ്മൾ എക്വിപ്പ് ചെയ്യുന്ന കോഴ്സാണ് ഈ കോഴ്സുകളൊക്കെ. അപ്പോൾ ഇതേപോലെയുള്ള വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കോഴ്സാണ് പൊതുവെ ടിസിൽ ഉണ്ടാവാറുള്ളത്. നമ്മൾ സാധാരണ BCom കഴിഞ്ഞ MCom പഠിക്കുക, അല്ലെങ്കിൽ MBA പഠിക്കുക, പിന്നെ അതിൽ തന്നെ സ്പെഷ്യലൈസേഷൻ നമുക്ക് അറിയുന്നുണ്ടാവില്ല. ഇങ്ങനെ കുറെ കാര്യങ്ങൾ പൊതുവെ ഉണ്ടാവാറുണ്ട്. അപ്പൊ ടിസിനെ സംബന്ധിച്ചിടത്തോളം അവരെന്ത് ചെയ്യുന്നുണ്ട്? വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള, വളരെ റെലവെന്റ് ആയിട്ടുള്ള പ്രോഗ്രാമുകൾ കൊടുക്കുന്നുണ്ട് എന്നുള്ളത്. യു ക്യാൻ ജസ്റ്റ് സീ ഡിഫറെന്റ് പ്രോഗ്രാംസ്. ഇവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു പ്രോഗ്രാമാണ് HRM ആൻഡ് ലേബർ റിലേഷൻ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആൻഡ് ലേബർ റിലേഷൻസ് എന്ന് പറയുന്ന കോഴ്സ്. വൺ ഓഫ് ദ ലീഡിംഗ് കോഴ്സ് ആണ്.
പക്ഷെ ഈ കോഴ്സ് ഈ വർഷം മുതൽ അവരെന്ത് ചെയ്തിട്ടുണ്ട്, ക്യാറ്റിന്റെ അടിസ്ഥാനത്തിൽ മാറ്റിയിട്ടുണ്ട്. സാധാരണ അത് COQP ലെവലിൽ വരുന്നതായിരുന്നു. പക്ഷെ അവരെന്ത് ചെയ്തു, നെക്സ്റ്റ് ഇയർ മുതൽ, അതായത് ഇനി വരുന്ന ഇയർ മുതൽ അത് ക്യാറ്റ് എക്സാം എഴുതുന്നതിനനുസരിച്ച് മാറ്റാം. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വരുന്ന സമയത്ത് ഡിസ്കസ് ചെയ്യാം. കുറച്ച് കോഴ്സുകൾ അവിടെ കൊടുത്തിട്ടുണ്ട്. യു ക്യാൻ ജസ്റ്റ് സീ ദ കോഴ്സസ്. മുംബൈ ക്യാമ്പസിലെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കോഴ്സസ് ആണ് ഉള്ളത്. യു ക്യാൻ ജസ്റ്റ് സീ ദ കോഴ്സസ്. സ്ലൈഡ് ഇങ്ങനെ ചേഞ്ച് ചെയ്ത് പോകുന്നുണ്ട്. MA എഡ്യൂക്കേഷൻ, അതേപോലെ മീഡിയ കൾച്ചറൽ സ്റ്റഡീസ്, ഡെവലപ്മെന്റ് സ്റ്റഡീസ്, ഹെൽത്ത് പോളിസി, അത് NPH എന്ന് പറയുന്ന പബ്ലിക് ഹെൽത്തിൽ തന്നെ ഡിഫറെന്റ് പ്രോഗ്രാമുകളുണ്ട്. These programs are available in Mumbai campus. Mumbai campusലെ മേജർ പ്രോഗ്രാംസ് ആണ് ഈ പ്രോഗ്രാംസ് ഒക്കെ. ഓക്കെ, എനിക്ക് തോന്നുന്നത് എന്തെങ്കിലും സംശയങ്ങൾ വരുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഓരോ പ്രോഗ്രാമുകളിലേക്കും വരാൻ തോന്നുന്നു. There is another speaker to speak അല്ലെ. അപ്പോൾ അവർക്കും കൂടെ നമ്മൾ എന്ത് ചെയ്യണം, അവസരങ്ങൾ കൊടുക്കണം. ബിജാപൂർ ക്യാമ്പസിലും there are plenty of courses available. ഹൈദരാബാദ് ക്യാമ്പസിലും ഉണ്ട്. ഏകദേശം 5ഓളം പ്രോഗ്രാമുകളാണ് ഹൈദരാബാദ് ക്യാമ്പസിൽ ഉള്ളത്. ഓക്കെ, so these are the various courses in different campuses. ഗുവാഹട്ടി ക്യാമ്പസ് ആണ് അവസാനത്തെ ക്യാമ്പസ് ഉള്ളത്. ഇനി ഈ ടിസ് എന്ന് പറയുന്ന സ്ഥാപനത്തിലേക്ക് ഇതുവരെ ഉണ്ടായിരുന്ന ഒരു പാറ്റേൺ എന്ന് പറയുന്നത് ലാസ്റ്റ് ഇയർ വരെ ഉണ്ടായിരുന്ന ടിസ്നെറ്റ് എന്ന് പറയുന്ന ഒരു എക്സാം ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ കഴിഞ്ഞ വർഷം മുതൽ അവരെന്ത് ചെയ്തു ചോദിച്ചാൽ TUT എന്ന് പറയുന്ന നമ്മളുടെ സെൻട്രൽ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റിലെ കോമൺ ആയിട്ട് എല്ലാ സെൻട്രൽ യൂണിവേഴ്സിറ്റികളും ഒന്നിച്ച് നടത്തുന്ന PG എക്സാമിനേഷന്റെ മാർക്കും അതേപോലെ തന്നെ രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഓൺലൈൻ അസസ്മെന്റ്, അതായത് എക്സ്ട്രോപോറും പിന്നെ ഡിസ്കഷൻ, ഗ്രൂപ്പ് ഡിസ്കഷൻ, ഓൺലൈൻ ഗ്രൂപ്പ് ഡിസ്കഷനും അതേപോലെ തന്നെ പേഴ്സണൽ ഇന്റർവ്യൂ ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഈ രീതിയിൽ 2 സ്റ്റേജുകളായിട്ടാണ് ടിസ്സിലേക്കുള്ള അഡ്മിഷൻസ് നടക്കുന്നത്. ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് CUET എക്സാമിനേഷനിലെ മാർക്കും, രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഓൺലൈൻ അസസ്മെന്റ് അവർ സെപ്പറേറ്റ് ആയിട്ട് നടത്തുന്നതായിരുന്നു ഉണ്ടായിരുന്നത്. ഇനി ടൈം ലൈൻ നോക്കുന്ന സമയത്ത് കഴിഞ്ഞ പ്രാവശ്യം ഡിസംബറിലായിരുന്നു അതിന്റെ അപേക്ഷ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്. CUETയുടെ അപേക്ഷ ജനുവരി വരെ ആയിരുന്നു. അവസാന എക്സാം നടന്നിട്ടുണ്ടായിരുന്നത് മാർച്ച് സമയത്തായിരുന്നു എക്സാം ഉണ്ടായിരുന്നത്. ആൻഡ് പിന്നെ ആൻസർ കീയും കാര്യങ്ങളൊക്കെ മെയ് ആകുമ്പോഴത്തേക്ക് വരികയും ജൂൺ ആകുമ്പോഴത്തേക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈ വർഷവും അതേ പാറ്റേൺ തന്നെയായിരിക്കും അവർ ഫോളോ ചെയ്യുന്നുണ്ടാവുക. ഇനി അഡ്മിഷന്റെ ടൈം ഇത് നോക്കുകയാണെങ്കിൽ, നമ്മൾ ഫൈനൽ സെലക്ഷൻ പ്രോസസ്സ് നോക്കുകയാണെങ്കിൽ, നമ്മൾ നേരത്തെ പറഞ്ഞ സ്റ്റേജ് 1 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതുണ്ട്. CUET PGയുടെ സ്കോർ ആണ് 2024 സ്കോർ ആയിരുന്നു. കഴിഞ്ഞ അല്ലെങ്കിൽ 2025 നിങ്ങൾ എഴുതാൻ പോകുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും CUET PGയുടെ സ്കോർ ആണ് 75% വെയിറ്റേജും ടിസ്സിൽ കൊടുത്തിട്ടുള്ളത്. അപ്പൊ അതിൽ എത്രത്തോളം മാർക്ക് നമ്മൾ സ്കോർ ചെയ്യുന്നുണ്ടോ അതെന്ത് ചെയ്യും, നമ്മളെ ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്. അതേപോലെ ഓൺലൈൻ അസസ്മെന്റിന് 2 ഏരിയ ആയിട്ട് എക്സ്ട്രോപോറും അതേപോലെ തന്നെ ഓൺലൈൻ പേഴ്സണൽ ഇന്റർവ്യൂ അതിന് 25% വെയിറ്റേജ്, ഇങ്ങനെ ടോട്ടൽ 100% 100% വെയിറ്റേജ് വെച്ചിട്ടായിരുന്നു ഉണ്ടായിരുന്നത് അഡ്മിഷന് ഉണ്ടായിരുന്നത്. പക്ഷേ ഇത് HRM ആൻഡ് പിന്നെ എല്ലാവരും ODCL, അതായത് ഓർഗനൈസേഷൻ ഡെവലപ്മെന്റ് ആൻഡ് ചേഞ്ച് ലീഡർഷിപ്പ്, അതേപോലെ തന്നെ പിന്നെ അവിടെയുള്ള മറ്റു പ്രോഗ്രാം, ഈ 3 മാനേജ്മെന്റ് പ്രോഗ്രാമുകൾ ഇനി വരുന്ന വർഷം മുതൽ എന്താണ് CAT എക്സാമിന്റെ അടിസ്ഥാനത്തിലാണ്. ബാക്കിയുള്ള എല്ലാ ടിസിന്റെ പ്രോഗ്രാമും CUET ബേസ് ചെയ്തിട്ടാണ്. പക്ഷെ HRM ഒക്കെ പോലെയുള്ള 3 മാനേജ്മെന്റ് പ്രോഗ്രാമുകൾ എന്താണ് കംപ്ലീറ്റ്ലി ബേസ്ഡ് ഓൺ CAT സ്കോർ ആണ്. അപ്പൊ അതെന്താണ് നമ്മൾ നോട്ട് ചെയ്യേണ്ട കാര്യമാണ്. ഇനി എന്ത് ചെയ്യില്ല, പിന്നെ അതിന്റെ ഇതിലേക്ക് വരില്ല എന്നുള്ളതാണ്. അതായത് CUET ലെവൽ എഴുതിയാൽ HRM നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അറ്റൻഡ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ്. ഇനി എക്സാമിന്റെ COQP ലെവലിൽ നമ്മൾ ഇങ്ങനെ പറയുന്നുണ്ട്, അതൊരു കോഡാണ്. നമ്മളുടെ CUET എക്സാമിനേഷനിൽ ഒരു പേപ്പർ കോഡാണ് COQP ലെവൽ എന്ന് പറയുന്നത്. ഇത് COQP ലെവൽ എന്ന് പറയുന്ന സമയത്ത് തന്നെ ടിസ് മാത്രമല്ല, ഇന്ത്യയിലെ വ്യത്യസ്ത പിന്നെ ക്യാമ്പസുകളിലുള്ള ഡിഫറെന്റ് കോഴ്സുകൾ COQP ലെവലിന്റെ അടിസ്ഥാനത്തിലാണ് നടത്തുന്നത്. മോർ ദാൻ 60 കോഴ്സുകൾ എന്തുണ്ട് COQP ലെവലിന്റെ അണ്ടറിൽ വരുന്നത്. ജെൻഡർ സ്റ്റഡീസ്, അതേപോലെയുള്ള ഡിഫറെന്റ് വുമൻ സ്റ്റഡീസ്, ജെൻഡർ സ്റ്റഡീസ് പോലെയുള്ള പല കോഴ്സുകളും COQP ലെവലിന്റെ അണ്ടറിലാണ് വരുന്നത്. ഇനി ഇതിന്റെ സിലബസ് എന്ന് പറയുന്നത് 3 മേജർ ഏരിയകളാണ് ഉള്ളത്. ഒന്ന് ജനറൽ അവയർനെസ്, ഇംഗ്ലീഷ് പ്രൊഫിഷ്യൻസി, മാത്സ് ആൻഡ് ലോജിക്കൽ റീസണിംഗ്. ഈ 3 ഏരിയയിൽ നിന്നാണ് ചോദ്യങ്ങൾ പൊതുവെ എന്തിൽ വരാറുള്ളത്, COQP ലെവലിൽ വരാറുള്ളത്. അതിൽ ഏകദേശം മെജോറിറ്റി ക്വസ്റ്റ്യൻസ് ജനറൽ അവയർനെസ്സുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ളതും ലോജിക്കൽ റീസണിംഗ് ആയി ബന്ധപ്പെടുത്തിയിട്ടുള്ള മാത്സ് ആൻഡ് ലോജിക്കൽ റീസണിംഗ് ആണ് കൂടുതലുള്ളത്. നമുക്കറിയാം 75 ചോദ്യങ്ങളാണ് ടോട്ടൽ ഉള്ളത്. പിന്നെ ഇതിൽ 100 കൊടുത്തത്. ഓക്കെ, ഇത് 75 ആണ് കേട്ടോ. 75 ആണ്
ടോട്ടല് നമുക്ക് ക്വസ്റ്റ്യൻസ് ഉള്ളത് 300 മാർക്ക്, അതായത് ഓരോ ചോദ്യങ്ങൾക്കും 4 മാർക്ക് വീതമാണ്. സോ ടോട്ടൽ 300 മാർക്സ് ആണ് നമുക്ക് COQP ലെവൽ എന്ന് പറയുന്ന എക്സാമിനേഷനിൽ ഉള്ളത്. അപ്പോൾ ഈ 3 ഏരിയയിൽ നിന്നാണ് നമുക്ക് എന്ത് വരുന്നത്, ചോദ്യങ്ങൾ വരുന്നത്. ഇപ്പോൾ യൂഷ്വലി മോഡറേറ്റ് ടു ഡിഫിക്കൽട്ട് ലെവലിലാണ് ജനറൽ അവയർനെസ് വരാറുള്ളത്. ഇംഗ്ലീഷ് ഒക്കെ പൊതുവെ ഈസിയാണ്, മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാവുന്നതാണ് ഉള്ളത്. അപ്പോൾ ഇതാണ് ഒരു പാറ്റേൺ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഈ ഓരോ ഏരിയകൾ നോക്കുന്ന സമയത്ത് ഇപ്പൊ ജനറൽ അവയർനെസ് എന്ന് പറയുന്ന സമയത്ത് തന്നെ എന്താണ് അതിൽ ചോദിക്കാന്ന് വെച്ചാൽ പൊതുവെ കൺഫ്യൂഷൻസ് ആണ്. എന്താ അതിൽ ചോദിക്കുക? ഒന്നുമില്ല, നമ്മൾ ഈ +2 വരെ 10th വരെ പഠിച്ചിട്ടുള്ള നമ്മളുടെ NCERT പുസ്തകങ്ങളൊക്കെ തന്നെയാണ് ഇതിന്റെ മെയിൻ പ്രധാനപ്പെട്ട ഘടകങ്ങൾ. ജനറൽ അവയർനെസ് എന്ന് പറയുന്ന സമയത്ത് നമ്മളുടെ ഇന്ത്യൻ പൊളിറ്റി, ഇന്ത്യൻ എക്കണോമി, അതേപോലെ ബേസിക് ജോഗ്രഫി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, സ്റ്റാറ്റിക് ആയിട്ടുള്ള GK കാര്യങ്ങൾ, ഇതൊക്കെയാണ് നമ്മൾ പത്രമൊക്കെ വായിക്കുന്ന കൃത്യമായി ഫോളോ ചെയ്യുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ജനറൽ അവയർനെസ് എന്ന് പറയുന്ന കാര്യത്തിൽ നമുക്ക് ഈസിലി എന്ത് ചെയ്യാൻ പറ്റും, മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത്. ഇംഗ്ലീഷ് പ്രൊഫഷൻസി നമുക്കറിയാം, ഏത് കോമ്പറ്റീവ് എക്സാംസ് എടുത്തു നോക്കിയാലും ഇംഗ്ലീഷ് പ്രൊഫഷൻസി എന്താണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം എന്താണ്, അതിൽ പിന്നെ ബേസിക് ആയിട്ടുള്ള കോംപ്രഹെൻഷൻ അതേപോലെ തന്നെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇംഗ്ലീഷിൽ ഉണ്ടാവാറുള്ളത്. പിന്നെ ഉള്ളത് എന്താണ്, ലോജിക്കൽ ആൻഡ് മാത്സ് ക്വസ്റ്റ്യൻസ് ആണ്. അറിയാം, ടൈം ആൻഡ് ഡിസ്റ്റൻസ്, സ്പീഡ് ആൻഡ് ടൈം, അതേപോലെ തന്നെ ഡിഫറെന്റ് പസിൽ ക്വസ്റ്റ്യൻസ്, ഡൈസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, പ്രോബബിലിറ്റി, ഏജ്, പിന്നെ അതേപോലെ തന്നെ സീറ്റിംഗ് അറേഞ്ച്മെന്റ്, ഇങ്ങനെയുള്ള വ്യത്യസ്ത മേഖലയിൽ നിന്നാണ് പൊതുവെ മാത്സ് ആൻഡ് ലോജിക്കൽ റീസണിംഗ് എന്ന് പറയുന്ന ഏരിയയിൽ ചോദ്യങ്ങൾ ഉണ്ടാവുന്നത്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഒരു എക്സാമിനേഷന് പോകുന്ന സമയത്ത് നമ്മളുടെ ഒരു മേജർ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ കൃത്യമായിട്ടുള്ള പ്രിപ്പറേഷൻ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഈസിലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിസിലേക്ക് നമുക്ക് അഡ്മിഷൻ നേടാൻ പറ്റും. ഇത് പൊതുവെ കാണുമ്പോൾ അയ്യോ ഞാൻ പത്രം വായിക്കാറില്ലല്ലോ, എനിക്കിത് പാടാണല്ലോ നമുക്ക് തോന്നും, കാരണം നമ്മളത് ഫോളോ ചെയ്യുന്നുണ്ടാവില്ല. പക്ഷേ ഇഫ് യു ആർ ഗിവൺ പ്രോപ്പർ ഗൈഡൻസ് തീർച്ചയായിട്ടും വി ക്യാൻ ഈസിലി ഗെറ്റ് ഇൻ ടു. അപ്പൊ ബാക്കിയുള്ള ആ കാര്യങ്ങളൊക്കെ ആര് പറയും, ലൈക്ക് നമ്മളുടെ അതിന് തന്നെ ആ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറയും. ഇനി നിങ്ങൾക്ക് തന്നെ പഠിക്കാൻ, സെൽഫായിട്ട് പഠിക്കാൻ ഈ റിസോഴ്സ് ഒക്കെ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും. അതായത് ജനറൽ അവയർനെസ് ഒക്കെ നിങ്ങൾക്ക് പഠിക്കാനെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഫോളോ ദ ഹിന്ദു ന്യൂസ് പേപ്പർ, അല്ലെങ്കിൽ ഏതെങ്കിലും ഇയർ ബുക്ക്, മാതൃഭൂമിയോ മനോരമയോ ഇയർ ബുക്ക് ഫോളോ ചെയ്യാം. ഇംഗ്ലീഷ് പ്രൊഫഷൻസി ആണെങ്കിൽ ഈ പുസ്തകങ്ങൾ നിങ്ങൾക്ക് ഓൺലൈനിൽ വാങ്ങാൻ കിട്ടും. പുസ്തകങ്ങൾ നിങ്ങൾക്ക് വാങ്ങാൻ നിങ്ങൾക്ക് തന്നെ സെൽഫായിട്ട് വന്ന് പ്രിപ്പയർ ചെയ്യാം. ലോജിക്കൽ റീസണിംഗ് ആണെങ്കിൽ RS അഗർവാളിന്റെ ഒക്കെ പുസ്തകം വിത്ത് ഹെൽപ്പ്. അപ്പൊ ഒരു റിസോഴ്സസ്, നമുക്ക് ആ പഠിക്കാനുള്ള റിസോഴ്സസ് നോക്കുന്ന സമയത്ത് ദീസ് ആർ ദ വേരിയസ് റിസോഴ്സസ് വെയർ യു ക്യാൻ ഈസിലി നിങ്ങളുടെ പ്രിപ്പറേഷനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഹെൽപ്പ് ചെയ്യുന്ന റിസോഴ്സുകളാണ്. ഇനി നമ്മുടെ പ്രോഗ്രാം കട്ട് ഓഫുകൾ നോക്കുന്ന സമയത്ത് കഴിഞ്ഞ പ്രാവശ്യത്തെ ഓരോ കോഴ്സുകളുടെ പ്രോഗ്രാം കട്ട് ഓഫ് നോക്കുന്ന സമയത്ത് ആവറേജ് കട്ട് ഓഫ് എന്ന് പറയുന്നത് 58% മുതൽ ഏകദേശം 45 to 60 ഇടയിലാണ് ആവറേജ് കട്ട് ഓഫ് ഉണ്ടായത്. CG മറ്റേത് നമ്മളുടെ ക്യുമുലേറ്റീവ് ഇതുണ്ടല്ലോ, നമ്മളുടെ പെർസെൻറ്റേജ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ക്യുമുലേറ്റീവ് പെർസെൻറ്റേജിനെ നമ്മൾ കൺവേർട്ട് ചെയ്യുന്ന സമയത്ത്, മാർക്കിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു 300-ൽ 120 മുതൽ അതായത് ഒരു 180 വരെയൊക്കെ മാർക്ക് സ്കോർ ചെയ്യുന്ന ആളുകളാണെങ്കിൽ, 180-200 മാർക്ക് വരെ സ്കോർ ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഈസിലി നിങ്ങൾക്ക് നല്ല കോഴ്സുകൾക്കൊക്കെ പിന്നെ എത്തിപ്പെടാവുന്നതേ ഉള്ളൂ. അപ്പൊ ഇതായിരുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ പ്രോഗ്രാം കട്ട് ഓഫ്. ഇനി ഓരോ കോഴ്സിന്റെയും പ്രോഗ്രാം കട്ട് ഓഫ് നമുക്ക് QA സമയത്ത് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇനി ലൈക്ക് വൈ പീപ്പിൾ ആർ ഫെയിലിംഗ് ദിസ് അല്ലെങ്കിൽ ടിസിലേക്ക് അഡ്മിഷൻ കിട്ടാത്തത് എന്താന്നുള്ളത് ചോദിക്കുന്ന സമയത്ത് പൊതുവെ ഒന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് ലാക്ക് ഓഫ് പ്രിപ്പറേഷൻ തന്നെയാണ്. അതേപോലെ തന്നെ അവർക്ക് എന്തില്ല, COQP ലെവലിന്റെ എക്സാമിനേഷന്റെ പാറ്റേൺ അറിയില്ല, അതിന്റെ സിലബസ് അറിയില്ല, കൃത്യമായിട്ടുള്ള അതിന്റെ ഒരു ഓറിയന്റേഷൻ അവർക്കില്ല. അപ്പോഴേക്കും അവസാനം നമ്മളുടെ ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് എക്സാം എഴുതിയാൽ മതിയല്ലോ എന്നൊക്കെയാണ് നമ്മൾ ചിന്തിക്കുക. പക്ഷെ നമ്മൾ നേരത്തെ നോട്ടിഫിക്കേഷനിൽ കണ്ടു, അതായത് ഡിസംബറിൽ എന്ത് വിളിക്കും, അപ്ലിക്കേഷൻ വിളിക്കും, ജനുവരി കഴിയുമ്പോഴേക്ക് അപ്ലിക്കേഷൻ കഴിയും, ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മാർച്ച് ആകുമ്പോഴത്തേക്ക് എക്സാം നടക്കും. സ്വാഭാവികമായിട്ട് ഈ മാർച്ചിൽ തന്നെയായിരിക്കും നമുക്ക് സെമസ്റ്റർ എക്സാമിനേഷൻ നടക്കുന്നുണ്ടാവും. അപ്പൊ നമ്മൾ ചിലപ്പോൾ എന്ത് ചെയ്യും, നമ്മളുടെ കംപ്ലീറ്റ്ലി ഫോക്കസ് എന്തിലേക്ക് ചെലവഴിക്കും, നമ്മളുടെ സെമസ്റ്റർ എക്സാമിനേഷനിലേക്ക് ഫോക്കസ് ചെയ്യും. ഇൻ ബിറ്റ്വീൻ എന്ത് നടക്കും, നമ്മളുടെ എക്സാമും ഇതുപോലെ ക്വിസ് പോലെയുള്ള CUP എക്സാമിനേഷൻ നടക്കും. അപ്പൊ നമ്മൾ ഇപ്പോഴേ, അതായത് നൗ ഇറ്റ് ഈസ് എ റൈറ്റ് ടൈം, സെപ്റ്റംബർ ആയിട്ടേ ഉള്ളൂ. സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജാനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏകദേശം നമുക്ക് 7 മാസം നമ്മളുടെ മുമ്പിലുണ്ട്. ഇപ്പൊ നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിയാൽ, നമ്മളിപ്പോ ഓൾറെഡി സിലബസും കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഇപ്പൊ മുതൽ നമ്മൾ നമ്മളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഈസിലി ബൈ മാർച്ച് നമ്മളുടെ എക്സാം നടക്കുമ്പോഴേക്ക് നമ്മൾ എന്താവും,
ഈ എക്സാമിന് കംപ്ലീറ്റ്ലി നമ്മൾ ഫോക്കസ്ഡ് ആവും എന്നുള്ളതാണ്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കോമ്പറ്റീവ് എക്സാംസിന്റെ ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറയുന്നത് ഒരു സമയത്തിന്റെ ഉള്ളിൽ ഓരോ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കണം എന്നുള്ളതാണ്. അപ്പൊ 75 ചോദ്യങ്ങൾക്ക് നിശ്ചിതമായിട്ടുള്ള സമയം നമുക്ക് ഉണ്ടാവുള്ളൂ. അതിന്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം, എഴുതണം എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പലപ്പോഴും കുട്ടികൾ പിന്നെ ടൈം മാനേജ് ചെയ്യാന്ന് പറയുന്ന സാധനത്തിലാണ്. അത് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ ആകെ 1 മിനിറ്റ് 2 മിനിറ്റേ ഉണ്ടാവുള്ളൂ. ആ ഒരു ചോദ്യം വായിച്ച് അത് മനസ്സിലാക്കി ഓപ്ഷൻസ് കണ്ട് അതൊന്ന് ഉത്തരം കൺവേർട്ട് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും എന്താണ്, നമ്മൾ കൂടുതൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും കാര്യങ്ങളും ഒക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടി വരും. അപ്പൊ ഒരു നല്ല പ്രിപ്പറേഷൻ ഉള്ള ഒരാൾക്ക് മാത്രമേ കോമ്പറ്റീവ് എക്സാമിനേഷന് ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ചില കുട്ടികൾ 1 മന്ത് അവസാനത്തെ സമയത്തൊക്കെ വന്നിട്ട് അവർ പെട്ടെന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് നോക്കും, പക്ഷെ അത് കഴിയില്ല. അപ്പൊ കുറച്ചും കൂടിയും നൗ ഇറ്റ്സ് റൈറ്റ് ടൈം. 6-7 മാസം നമ്മുടെ മുമ്പിലുള്ളത് കൊണ്ട് തന്നെ ഇപ്പോഴേ നമ്മൾ ഫോക്കസ്ഡ് ആണെങ്കിൽ ജനറൽ അവയർനെസ് ഒക്കെ പോലെയുള്ള ഇമ്പോർട്ടന്റ് ഏരിയകളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈസിലി നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. ആൻഡ് ഡൂയിങ് മോർ പ്രാക്ടീസിങ് അല്ലെങ്കിൽ ഡൂയിങ് മോർ മോക്ക് ടെസ്റ്റുകൾ, അതേപോലുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, ഇതൊക്കെയാണ് പൊതുവെ കുട്ടികൾ ശ്രദ്ധിക്കാത്തൊരു കാര്യം. അപ്പൊ അതും കൂടെ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ഡൗട്ട് ചോദിച്ചോട്ടെ? ഓക്കെ, പറഞ്ഞോ. എനിക്ക് 4th സെമ്മിൽ ഒരു പേപ്പർ സപ്ലൈ ഉണ്ട്. അപ്പൊ എനിക്ക് നെക്സ്റ്റ് ഇയറിൽ പറ്റൂലല്ലോ? ഓക്കെ, പിന്നെ നമുക്ക് ഒരു പേപ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ എപ്പോഴാണ് മാർച്ചിന്റെ ഉള്ളിൽ എക്സാം എഴുതി കഴിയുന്നുണ്ടെങ്കിൽ തോന്നുന്നത് ഞാൻ അക്കാദമിക് കലണ്ടർ നോക്കുമ്പോ ജൂൺ ജൂലൈ ടൈമിലൊക്കെ റിസൾട്ട് വരുള്ളൂ. അപ്പം പറ്റലുണ്ടോ? സെപ്റ്റംബർ ഒക്കെ ആകുമ്പോഴേക്കും നിങ്ങൾ പിന്നെ അത് ഓഗസ്റ്റ് സെപ്റ്റംബർ ആകുമ്പോഴേക്കും അതിന്റെ ഫൈനൽ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഏബിൾ ടു. എനിക്ക് തോന്നുന്നത് ആ ഏരിയയിൽ നമുക്ക് QA സമയത്ത് ഡിസ്കസ് ചെയ്യാം. കുറച്ച് ഏരിയാസും കൂടെ പറഞ്ഞിട്ട് വിൽ ഗോ ഫോർ QA. ഓക്കെ, അതല്ലേ നല്ലത്. ഓക്കെ, താങ്ക് യു. ഓക്കെ, ദെൻ റിവൈസിങ് വലിയൊരു ഘടകമാണ്. അതേപോലെ തന്നെ നമുക്കിപ്പോ നമ്മളിപ്പോ സിലബസ് പറഞ്ഞു. ഇനി ഏത് ഏരിയ ആണ് കൂടുതൽ ചോദ്യങ്ങൾ വരിക, ഏത് ഏരിയ ആണ് കൂടുതൽ ചോദ്യങ്ങൾ വരാത്തത്, ഈ ഏരിയ നമ്മൾ പഠിക്കണം. ഈ കഴിഞ്ഞ വർഷങ്ങളിൽ ഈ ഏരിയയിൽ കൂടുതൽ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. സോ വെൻ വി ആർ ഗിവൺ ദാറ്റ് മെന്റർഷിപ്പ് അല്ലെങ്കിൽ ആ ഒരു ഗൈഡൻസ് നമുക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സാമിനേഷനിൽ കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഹൗ പെപ്പ് വിൽ ബി ഹെൽപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഈ മേഖലയിൽ കൃത്യമായിട്ട് ലൈവ് സെഷൻസ് ആയിട്ടും പ്രീ റെക്കോർഡഡ് സെഷൻസ് ആയിട്ടും അതേപോലെ തന്നെ നമുക്കറിയാം സ്റ്റഡി മെറ്റീരിയൽ പ്ലേസ് എ ഹ്യൂജ് റോൾ. കാരണം പല ഏരിയകളും നമുക്ക് ചിലപ്പോൾ ധാരണ ഉണ്ടാവില്ല. നമ്മൾ കൃത്യമായിട്ട് പത്രം വായിക്കാത്ത ആളുകളായിരിക്കാം. നമ്മുടെ സോഷ്യലുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷനോ അല്ലെങ്കിൽ പൊളിറ്റിക്സോ ഒക്കെ നമ്മൾ പണ്ട് നമ്മൾ വിട്ടതായിരിക്കും 10ാം ക്ലാസ്സിന് ശേഷം. സോ അതൊക്കെ ഒന്ന് ഇതാക്കാനും അതേപോലെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെക്ക് ലിസ്റ്റും സിലബസും ഒക്കെ എന്തായിരിക്കും വെബിലൂടെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കുന്നത്. ആൻഡ് പ്രാക്ടീസ് ഇസ് ദ മേജർ. ഇങ്ങനത്തെ കോമ്പറ്റീവ് എക്സാംസിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് പ്രാക്ടീസ് ടെസ്റ്റുകൾ എത്രത്തോളം നമ്മൾ ചെയ്യുന്നു അത്രത്തോളാണ് നമ്മളുടെ പിന്നെ സക്സസ് റേറ്റ് എന്നുള്ളതാണ്. അതേപോലെ നമ്മൾ തന്നെ പിന്നെ പെപ്പിന്റെ തന്നെ നാഷണൽ എൻട്രൻസ് ടെസ്റ്റുകൾ നമ്മൾ കണ്ടക്ട് ചെയ്യാറുണ്ട്. നമ്മൾ എത്രത്തോളം ബാക്കിയുള്ള സ്റ്റേറ്റിലെ കുട്ടികളായിട്ട് നമ്മളെ കോമ്പീറ്റ് അറിയാം. അതേപോലെ മീറ്റ് സ്കോളർക്ക് നമ്മൾ ഇന്ന് നമ്മളെ കൂടെയുള്ള ആളും എന്താണ് നമ്മളിലൂടെ പഠിച്ച് അവിടെ പിന്നെ അഡ്മിഷൻ എടുത്ത ആളുണ്ട്. സ്വാഭാവികമായിട്ടും മീറ്റ് സ്കോളറൊക്കെ പോലെയുള്ള അലുമിനസ് വരികയും അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുകയും അവർ നിങ്ങളെ മെന്റർ ചെയ്യുകയും കൃത്യമായിട്ടുള്ള നോട്ടിഫിക്കേഷൻ വലിയൊരു ഘടകമാണ്. എപ്പോഴാണ് അപ്ലിക്കേഷൻ വിളിക്കുക, പലപ്പോഴും നമ്മൾ കോളേജിന്റെ തിരക്കിൽ അതൊക്കെ മറന്നു. അപ്പൊ ആ രീതിയിലുള്ള കാര്യങ്ങളാണ് പെപ്പ് വിൽ ബി പ്രൊവൈഡിങ് എന്നുള്ളത്. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ നമ്മളുടെ എക്സാമിനേഷനിൽ നമ്മൾ സമീപിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യും, നമ്മളെ കുറച്ചും കൂടി നമ്മളുടെ ഫോക്കസ്ഡ് ആയിട്ട് നമുക്ക് ടിസ് എന്ന് പറയുന്ന എക്സാമിനേഷനെ നമുക്ക് അഭിമുഖീകരിക്കാൻ കഴിയുന്നുണ്ട്. അപ്പൊ നമ്മളുടെ ക്യാമ്പസ് ഏതാണെന്ന് ചൂസ് ചെയ്യേണ്ട റൈറ്റ് ടൈമാണ് ഇപ്പോൾ പറയുന്നത്. CUET പോലെയുള്ള എക്സാമിനേഷൻസ് നമ്മൾ എഴുതുന്ന സമയത്ത് സെൻട്രൽ യൂണിവേഴ്സിറ്റി പോലെയുള്ള വ്യത്യസ്ത ചാനലുകളിലേക്കാണ് നമുക്ക് നമ്മുടെ കരിയറിനെ കൊണ്ടുപോകാൻ പറ്റുക. അതിലൊരു പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസ് എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പൊ കുറച്ചും കൂടി ഫോക്കസ്ഡ് ആയി നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നമ്മളുടെ എക്സാമിനേഷൻ പെർസ്പെക്റ്റീവിലേക്ക് ഇറ്റ് വിൽ ഹെൽപ്പ് എന്നുള്ളതാണ്. അപ്പം ഇനിയും സമയമുണ്ടോ എന്ന് ചോദിച്ചാൽ യു ഹാവ് ഇനഫ് ടൈം. 6-7 മാസം നമ്മളെ മുമ്പിലുണ്ട്. അപ്പൊ ഇന്ന് മുതൽ നമ്മൾ നമ്മളുടെ പ്രിപ്പറേഷനെ നമ്മൾ ഈ പറഞ്ഞ രീതിയിലേക്ക് കൊണ്ടുപോകാൻ തയ്യാറാണെങ്കിൽ യു ക്യാൻ ഓൾസോ ഗെറ്റ് ഇൻ ടു ദിസ് എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻ QAയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മളുടെ അലൂമിനസ് അല്ലെങ്കിൽ നമ്മൾ ഇന്ന് അവരോടുള്ള അതർ സ്പീക്കർ ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. I think she has already joined. Like, Anusha, are you there?
Okay, I think she hasn't joined. One second. Okay, I think we'll go for QA. Anusha join ചെയ്തിട്ടുണ്ടെങ്കിൽ like she's not joined. Okay, നമുക്ക് നോക്കാം. So if you have QA, അങ്ങനെ QA ഉണ്ടെങ്കിൽ ചോദിക്കാം. She will also joining. സോ അവിടെയുള്ള ഇപ്പൊ ക്യാമ്പസിൽ കഴിഞ്ഞ ആളാണ്. അപ്പൊ തീർച്ചയായിട്ടും എന്താണ് ക്യാമ്പസിൽ ഇപ്പൊ നടക്കുന്നത്, എന്തുകൊണ്ടാണ് ഡിസ് അവൾ ചൂസ് ചെയ്തിട്ടുള്ളത്, അവളെ കോഴ്സ് എങ്ങനെയാണ് അവളെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളതൊക്കെ ലൈക് ഷീ വിൽ ബി എക്സ്പ്ലെയിനിങ്. ഞാൻ റൈറ്റ് പേഴ്സൺ അല്ല അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ, കാരണം അവിടെ പഠിച്ച ആൾ തന്നെയാണ്. സ്വാഭാവികമായിട്ട് അനുഷ വിൽ ബി എക്സ്പ്ലെയിനിങ് ദാറ്റ്. സോ ഇപ്പൊ എന്തെങ്കിലും സംശയങ്ങൾ നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളിൽ ടിസ്സുമായി ബന്ധപ്പെടുത്തിയിട്ട്, എക്സാമുമായി ബന്ധപ്പെടുത്തിയിട്ട്, പ്രിപ്പറേഷനുമായി ബന്ധപ്പെടുത്തിയിട്ടോ അല്ലെങ്കിൽ കോഴ്സ് വൈസ് ആയിട്ടോ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ യു ക്യാൻ ആസ്ക്. നിങ്ങൾക്ക് ഏത് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം, അല്ലെങ്കിൽ ചാറ്റ് ബോക്സിലൊക്കെ എന്ത് ചെയ്യാം, ടൈപ്പും ചെയ്യാം. സർ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് സപ്ലി ഉണ്ട് എന്നൊരു വിഷയം, അപ്പം കേറാൻ പറ്റുമോ ഈ വർഷം 2025? പിന്നെ ഞാൻ പറഞ്ഞല്ലോ ജൂൺ ജൂലൈയിലാണ് റിസൾട്ട് വരുന്നതെന്നുണ്ടെങ്കിൽ യു മേ ട്രൈ. പക്ഷെ നമ്മളുടെ ഈ ഒരു റിസൾട്ട് കൃത്യമായിട്ട് അവര് സബ്മിറ്റ് ചെയ്യാൻ പറയുന്ന സമയത്ത് സർട്ടിഫിക്കറ്റ്സും കാര്യങ്ങളും സബ്മിറ്റ് ചെയ്താൽ മതിയാവും. അപ്പോൾ അതിനുള്ളിൽ നിങ്ങൾക്ക് പിന്നെ എക്സാമിനേഷൻ കഴിയുമെന്ന് ഉറപ്പ് യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്ത് നിന്നുണ്ടെങ്കിൽ യു മൈറ്റ് അറ്റൻഡ് ചെയ്യുന്നതാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ നെക്സ്റ്റ് ഇയറിൽ മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ. അത് CUT എഴുതാൻ കഴിയില്ല, കാരണം അത് വേറെ ഒരു യൂണിവേഴ്സിറ്റി അപ്ലൈ ചെയ്യാൻ കഴിയില്ലല്ലോ. അല്ല CUT എഴുതി കൂടെ സപ്ലി ഉണ്ടെങ്കിലും? സപ്ലൈ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് എക്സാം എഴുതാം, പക്ഷെ അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞ് നിങ്ങൾ യൂണിവേഴ്സിറ്റിയിലേക്ക് പോകുന്ന സമയത്ത് യു നീഡ് ടു ഹാവ് റിസൾട്ട്. അത് ഓഗസ്റ്റ് മാസമൊക്കെ അല്ലേ ഉണ്ടാവുള്ളൂ? അതാണ് പറഞ്ഞത്. ആ സമയത്ത് നിങ്ങളെ കയ്യിലുണ്ടാവണം. ടിസ്സു അതേ സമയത്ത് തന്നെയാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. കാരണം ടിസ്റ്ററ്റ് നേരത്തെ അല്ലല്ലോ. പണ്ടാണെങ്കിൽ ടിസ്റ്ററ്റ് നേരത്തെ നടക്കുമായിരുന്നു. ഇപ്പോൾ CUT അണ്ടറിൽ തന്നെ ആയതുകൊണ്ട് ഇറ്റ് വിൽ ബി കോമൺ ഫോർ എവറി യൂണിവേഴ്സിറ്റി. ഒരു യൂണിവേഴ്സിറ്റി മാത്രം നേരത്തെ വിളിക്കില്ല, എല്ലാവരും ഒരേ സമയത്ത് തന്നെ ഉണ്ടാവും. എനി ഡൗട്ട്? സർ ഇപ്പൊ COQP 11 എന്ന് പറഞ്ഞിട്ടുള്ള കാണിച്ചില്ലേ, അതിപ്പം നമ്മൾ CUT എഴുതുന്ന സമയത്ത് ടിസ്സിലേക്ക് സെപ്പറേറ്റ് എക്സാം ആണോ, അല്ലെങ്കിൽ ഇപ്പൊ നമ്മളെ സബ്ജക്ട് പേപ്പറിന്റെ എക്സാം എഴുതിയാൽ മതിയോ? COQP 11 എന്ന് പറയുന്നത് കോമൺ ആയിട്ടുള്ള ഒരു പേപ്പറാണ്. അതിന്റെ സിലബസ് ആണ് ഞാൻ നേരത്തെ കാണിച്ചു തന്നിട്ടുള്ളത്. ലോജിക്കൽ റീസണിങ്ങും ആപ്റ്റിറ്റ്യൂഡും അതേപോലെ തന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജും അതേപോലെ തന്നെ കറണ്ട് അഫയേഴ്സ്, ഇതാണ് അതിലുണ്ടാവുക. നിങ്ങളുടെ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം എന്തിലില്ല, COQP 11 ഇല്ല. അവിടെ ടിസ്സില് പിന്നെ COQP 11 അടിസ്ഥാനത്തിലാണ് മെജോറിറ്റി കോഴ്സുകളും അഡ്മിഷൻസ് നടക്കുന്നത്, എക്സെപ്റ്റ് സൈക്കോളജി. സൈക്കോളജി ആണെങ്കിൽ നിങ്ങളുടെ പിന്നെ HQP 21 or 22 അതാണ് നിങ്ങൾക്ക് ഉണ്ടാവുക. നിങ്ങളുടെ സബ്ജക്ട്, നിങ്ങളുടെ ഡൊമൈൻ സബ്ജക്റ്റ് ആണ് എഴുതേണ്ടത്. ബാക്കിയുള്ള എല്ലാ കോഴ്സുകളും ഇറ്റ് കംസ് അണ്ടർ COQP 11. സൈക്കോളജി അല്ലാത്ത മേഖലകളിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ യു നീഡ് ടു റൈറ്റ് COQP 11. സാർ ഇപ്പൊ പറഞ്ഞല്ലോ HR കോഴ്സ് മാറ്റി എന്നുള്ളത്. അപ്പൊ ആ കോഴ്സ് മാറ്റിയ ആ എക്സാം ഈ പാറ്റേണിൽ തന്നെയാണോ, ഈ സിലബസിൽ തന്നെയാണോ? സിലബസ് വിൽ ബി കോമൺ, പക്ഷെ അതിൽ കറണ്ട് അഫയേഴ്സും ഇതും ഉണ്ടാവില്ല. ഇംഗ്ലീഷ് ലാംഗ്വേജ്, വെർബൽ റീസണിങ്, അതേപോലെ തന്നെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, ഈ 3 ഏരിയയിൽ ഉണ്ടാവുക. CAT എക്സാമിനേഷൻ എന്ന് പറയുന്ന കോമൺ അഡ്മിഷൻ ടെസ്റ്റ് ഉണ്ട്, അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും എക്സാമിനേഷൻ ഉണ്ടാവുക. നമ്മുടെ IIM-ലൊക്കെ ഉള്ള എൻട്രൻസ് എക്സാമിനേഷൻ ആണ് CAT, കേട്ടിട്ടുണ്ടാവും തോന്നുന്നു. ആ എക്സാമിന്റെ സ്കോർ അടിസ്ഥാനത്തിലാണ് ടിസ്സിലിനി HRM പോലെയുള്ള മേഖലകളിൽ. Any other doubts? വേറെ എന്തെങ്കിലും ഡൗട്ട്സുകളുണ്ടോ? ഒരാളിങ്ങനെ അർഷദ് ജുവാൻ, ഒരാള് രണ്ടാളും ചോദിക്കാതിരിക്കണ്ട, ആരും ഒരാൾ പറഞ്ഞു. ഹലോ സർ, ഞാൻ ചോദിക്കാൻ വന്നതെന്ന് വെച്ചാലേ, സാർ ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ, അതായത് 2 സ്റ്റേജ് ആയിട്ടാണ് നടത്തുന്നത്. ഫസ്റ്റ് CUT എക്സാംസ്, രണ്ടാമത്തെന്ന് പറയുന്നത് ഒരു ഇന്റർവ്യൂ, അങ്ങനത്തെ ഒരു പ്രൊസീജിയർ ആണെന്ന് പറഞ്ഞല്ലോ. അപ്പൊ അതിന്റെ അകത്ത് ഞാൻ സാർ പ്രസന്റ് ചെയ്തതിന്റെ അകത്ത് എന്തോ ഒരു ഗിവൺ ടോപ്പിക്കിൽ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണം, 2-3 മിനിറ്റ്സ് സംതിങ്, അങ്ങനെ എന്തോ ഞാൻ കണ്ടു. അതെന്താണെന്ന് പറയാൻ പറ്റുമോ? നമുക്ക് 2 സ്റ്റേജ് ആയിട്ടാണ് എക്സാമിനേഷൻ ഉണ്ടാവുക. ഒന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് CUT-യുടെ CUP 11 അല്ലെങ്കിൽ
സൈക്കോളജി ആണെങ്കിൽ അവരുടെ ഡൊമൈൻ സബ്ജക്ട് പോലെയുള്ള സബ്ജക്റ്റുകളുടെ സ്കോർ ആണ് അവർ പരിഗണിക്കുന്നത്. 75% മാർക്കും അതിന്റെ അടിസ്ഥാനത്തിലാണ് അവർ പരിഗണിക്കുക. ബാക്കി 25% ഫോക്കസ് ചെയ്യുന്നത് ഈ ഡിസ് ഓൺലൈൻ അസസ്മെന്റ് എന്ന് പറയുന്ന ഒരു പാറ്റേൺ ആണ്. ഡിസ് ഓൺലൈൻ അസസ്മെന്റ് എന്ന് പറയുന്ന സമയത്ത് 2 പാർട്ടായിട്ടാണ് ഉണ്ടാവുക. ഒരേ പ്രോസസ്സ് തന്നെയാണ്, ഒറ്റ പ്രോസസ്സ് തന്നെ ഉണ്ടാവുക. അതായത് നമ്മൾ ഓൺലൈനിൽ തന്നെയാണ് ഉണ്ടാവുക. പക്ഷെ അവർ അതിന് 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന്, നമ്മളെ ഒരു ടോപ്പിക് അവർ തരും, നമ്മളുടെ സബ്ജക്റ്റുമായി ബന്ധപ്പെടുത്തിയിട്ടോ അല്ലെങ്കിൽ ജനറൽ പെർസ്പെക്റ്റീവിലുള്ള ടോപ്പിക് അവർ തരും. എക്സ്റ്റംപോർ എന്ന് പറയും, നമ്മളിപ്പോ കോളേജിലൊക്കെ എക്സ്റ്റംപോറുകളില്ലേ, ഇൻസ്റ്റന്റ് ആയിട്ട് ഒരു ടോപ്പിക് തരും, നമ്മൾ അതിനെ കുറിച്ചിട്ട് ഇത്ര സമയം സംസാരിക്കുക, 2 മിനിറ്റ് സംസാരിക്കുക. ദെൻ ദേ വിൽ ഗോ ഫോർ OPI, അതായത് ഓൺലൈൻ പേഴ്സണൽ ഇന്റർവ്യൂ, നമ്മളുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള പേഴ്സണൽ ഇന്റർവ്യൂ അവർ കാണും. ഇതാണ് ഇതിന്റെ പ്രോസസ്. അപ്പൊ അതിന്റെ 2ന്റെയും മാർക്കും അതേപോലെ തന്നെ നമ്മളുടെ CQP ലെവലിലോ അല്ലെങ്കിൽ നമ്മുടെ CUT-ലോ കിട്ടുന്ന മാർക്കും കമ്പയർ ചെയ്തിട്ടാണ് നമുക്ക് ഫൈനൽ അഡ്മിഷൻസ് കിട്ടുക. ഓക്കെ സർ, താങ്ക് യു. ഐ തിങ്ക് സർ ഇപ്പൊ പറഞ്ഞത് ഇതിലെ ടോപ്പിക്സ് ഒക്കെ ഓൾറെഡി നമുക്ക് തരുമോ? ഇല്ല, ടോപ്പിക് ഇൻസ്റ്റന്റ് ആയിട്ടാണ് തരിക. ലൈക് I think Anusha has joined. We'll go for it. Anusha also joined. So Anusha, I welcome you. So can you hear me? Yes, sir. Okay, fine. Okay. Am I audible? Yeah, you are audible. Okay, sir. Okay, so I think I'm handing over to Anusha. Anusha ഇന്ന് ടിസ്ന്ന് വന്ന ക്ഷീണത്തോടെ ഇരിക്കുന്നത്. ഒന്ന് ഫ്രഷ് ആയിട്ട് വരാനും കൂടെ പറഞ്ഞു. ലൈക്ക് ഷീസ് ഹിയർ. അപ്പോ ഇന്നലെ വരെ നടന്ന ടിസ്റ്റിലുള്ള കാര്യങ്ങൾ അനുഷ വിൽ ബി ലൈക്ക് പറയും നിങ്ങളോട്. അനുഷ വിൽ ബി ഷെയറിംഗ് ഹർ എക്സ്പീരിയൻസ് ആൻഡ് ഹൗ ലൈക്ക് വെബ് ഹെൽപ്ഡ് ഹർ ആൻഡ് എന്തുകൊണ്ടാണ് ടിസ്, വൈ അനുഷ ഹാസ് ചൂസൺ ടിസ് എന്നൊക്കെ ഉള്ളത് ലൈക്ക് ഷീ വിൽ ബി explaining. So I welcome Arsha to Okay. Thank you, Arsha sir. എനിക്കിങ്ങനെ പുതിയ കുട്ടികളുടെ അടുത്തൊരു ആസ്പിരൻസിന്റെ അടുത്ത് സംസാരിക്കാൻ ഒരു അവസരം തന്നതില് ഞാൻ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് തുടങ്ങാം. എന്റെ പേര് അനുഷ ജയകുമാർ. ഞാൻ ആയുർവേദ ഗ്രാജുവേറ്റ് ആണ്. ഞാനൊരു ആയുർവേദ ഡോക്ടറാണ്. അപ്പൊ ഞാൻ 2022 ഹൗസ് സർജൻസി കഴിഞ്ഞത്. അത് കഴിഞ്ഞിട്ട് 23 ഉണ്ടായിരുന്നു. ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് ടിസ്നെറ്റ് ആയിരുന്നു, CUT അല്ലായിരുന്നു. ടിസ്നെറ്റും അതുപോലെ തന്നെ ഇന്റർവ്യൂ പാക്ക് ചെയ്തിട്ടാണ് ടിസിൽ കയറിയത്. അപ്പോൾ സ്വാഭാവികമായിട്ടും UG പഠിച്ചിറങ്ങുന്ന ഒരാൾക്ക് അടുത്ത നമ്മുടെ ഫ്യൂച്ചർ എന്തായിരിക്കും, നമ്മുടെ ജോലി എന്തായിരിക്കും, അങ്ങനെ കുറെ കൺഫ്യൂഷൻസ് ഉള്ള സ്റ്റേജിൽ നിന്ന് ഒരു ഡിസിഷൻ നോക്കി MPH ചെയ്തേക്കാം. ഇപ്പൊ ഞാൻ ടിസിൽ ചെയ്യുന്നത് മാസ്റ്റേഴ്സ് ഇൻ പബ്ലിക് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ ആണ്. 23 അവിടെ ജോയിൻ ചെയ്തു. 25 പാസ് ഔട്ട് ആവും. ഇപ്പൊ ഞാൻ അവിടെ 3rd സെം കഴിഞ്ഞു. അടുത്ത ഇന്റേൺഷിപ്പിന് പോകുന്ന ഗ്യാപ്പിൽ ഞാൻ വീട്ടിൽ വന്നിരിക്കുകയാണ്. അതാണ് ഇപ്പൊ എന്റെ അവിടുത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത്. അപ്പോ ഇപ്പൊ ഞാൻ എന്റെ ലൈഫിലെടുത്ത് ചില ഡിസിഷൻസ് എടുത്ത് കഴിയുമ്പോൾ നമുക്കൊരു റിഗ്രറ്റ് ഫീൽ ചെയ്യും. ഞാൻ റൈറ്റ് ഡിസിഷൻ ആണ് എടുത്തത്. ഇപ്പൊ ടിസിൽ ജോയിൻ ചെയ്തതിന്, ഞാൻ ഈ പറയുന്ന MPH എന്ന് പറയുന്ന കോഴ്സിന് ടിസിന് ജോയിൻ ചെയ്തതിന് എനിക്ക് അങ്ങനെ വലിയ റിഗ്രറ്റ് ഒന്നും ഫീൽ ചെയ്തില്ല. എന്റെ ലൈഫിലെടുത്ത് നല്ലൊരു ഡിസിഷൻ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ. ഇപ്പം ടിസിന് പുറത്തുനിന്ന് കാണുന്ന പോലെ ടിസിന് പുറത്ത് ഭയങ്കര ഒരു ലെഗസി ഉണ്ട്, ഭയങ്കര ഹൈപ്പ് ഉണ്ട്, അങ്ങനെയൊക്കെയാണ്. അതിന്റെ അകത്തും അങ്ങനെ തന്നെയാണ്. നമുക്ക് നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. വളരെ നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. ഫാക്കൽറ്റീസ് ആണെങ്കിലും അവിടുത്തെ ഒരു ഡൈവേഴ്സിറ്റി ആണെങ്കിലും കൾച്ചർ ആണെങ്കിലും എന്തുകൊണ്ടാണെങ്കിലും ടിസ് നമുക്ക് നല്ലൊരു ഓപ്ഷൻ ആണ്. 100% പ്ലേസ്മെന്റ് എന്നതിനപ്പുറത്തേക്ക് നമുക്ക് അവിടെ കിട്ടുന്ന ഒരു എക്സ്പോഷർ വളരെ വലുതാണ്. പല കുട്ടികളും ഒരു 100% പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞിട്ട് വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ നമുക്ക് അവിടെ ടിസിൽ വെച്ച് നമുക്ക് ഉണ്ടാവുന്ന ഒരു ഗ്രോത്ത് എന്ന് പറയുന്നത് ഭയങ്കര വലുതാണ്. നമ്മുടെ ഒരു പേഴ്സണാലിറ്റിയിലാണെങ്കിലും നമ്മുടെ ബാക്കിയുള്ളവരെ, നമ്മുടെ സൊസൈറ്റിനെ നമ്മൾ എങ്ങനെ കാണുന്നു, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ളവരുടെ അടുത്ത് എങ്ങനെ പെരുമാറുന്നു, അങ്ങനെ എല്ലാ കാര്യത്തിലും നമ്മുടെ ഒരു ഫൗണ്ടേഷൻ തന്നെ ടിസിൽ വന്നു കഴിഞ്ഞാൽ മാറും. എന്റെയൊക്കെ കാര്യത്തിൽ അങ്ങനെയാണ്. ഇപ്പൊ ഞാനൊരു ഡോക്ടറാണ്. അതിനപ്പുറത്തേക്ക് ടിസിൽ വന്നപ്പോൾ ഒരു സോഷ്യൽ സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണത്. അപ്പൊ അവിടുത്തെ വാല്യൂസും എല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെയാണ്. അവിടുത്തെ ഫാക്കൽറ്റീസ് എല്ലാവരും ഒന്നിനൊന്ന് മെച്ചെന്ന് പറയുന്ന ഫാക്കൽറ്റീസ് ആണ്. ഇപ്പൊ എന്റെ കോഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 4 സെം ആയിട്ടാണ്. എനിക്ക് ഇപ്പോ 3 സെം കഴിഞ്ഞു, ഒരു ഇന്റേൺഷിപ്പ് കഴിഞ്ഞു. അപ്പം ഓരോ കോഴ്സിനും ഓരോ കറിക്കുലം ആയിരിക്കും. ഇപ്പൊ എനിക്ക് 3 ഇന്റേൺഷിപ്പ് ഉണ്ട്. അത്രയും എക്സ്പോഷർ, അത്രയും പീപ്പിൾസിന്റെ അടുത്ത് സംസാരിക്കാൻ വേറെ എവിടെയും നമുക്ക് അവസരം കിട്ടില്ല. ഇപ്പൊ ടിസിന്റെ പ്രത്യേകതയും അത് തന്നെയാണ്. നമുക്ക് സൊസൈറ്റിയുടെ അടുത്ത് സംസാരിക്കാൻ, ഫീൽഡ് പ്രാക്ടിക്കാം, അല്ലെങ്കിൽ ഫീൽഡ് കൾച്ചർ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ അവസരങ്ങൾ കിട്ടും.
നമ്മൾ നോർമലി പഠിച്ചു വന്ന ഒരു പാറ്റേൺ, എക്സാം എഴുതുക, പാസ്സാവുക, നമുക്ക് അതിന്റെ മാർക്ക് നോക്കുക, അതിനനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോവുക. അങ്ങനെയല്ല, നമുക്ക് അവിടെ പ്രസന്റേഷൻ ഉണ്ടാവും, സെമിനാർ ഉണ്ടാവും, അസൈൻമെന്റ്സ് സബ്മിറ്റ് ചെയ്യാനുണ്ടാവും, ഡെഡ് ലൈൻ എന്ന് പറഞ്ഞൊരു സാധനം. എല്ലാ ദിവസവും അസൈൻമെന്റ് പ്രസന്റേഷൻ എന്ന് പറഞ്ഞിട്ട് ടിസിയത്തെ ഒരു ഷെഡ്യൂൾ ഹെക്റ്റിക് ആണ്. പക്ഷെ അത് നമ്മുടെ ലൈഫിൽ ഉണ്ടാക്കുന്ന മാറ്റം ഭയങ്കര വലുതാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇപ്പൊ ഈ കുട്ടികള് മെജോറിറ്റി കുട്ടികളും ഏത് സ്കൂളിലേക്ക് നോക്കുന്നവരാണ്? സൈക്കോളജി ആണോ, സോഷ്യൽ സയൻസ് ആണോ, എങ്ങനെയാ സർ അർഷദ് സർ? ഒരു മിക്സ്ഡ് പോപ്പുലേഷൻ നമുക്കുള്ള സൈക്കോളജിയിലേക്കുള്ള കുട്ടികളുടെ സോഷ്യൽ വർക്ക് ഒക്കെ പ്ലാൻ ചെയ്ത കുട്ടികൾ ഒരു മിക്സ്ഡ് പോപ്പുലേഷൻ ആണ്. ഓക്കെ. അപ്പൊ അവിടുത്തെ നിങ്ങൾ പഠിക്കാൻ പോകുന്നതിന്റെ കരിക്കുലം എന്താണ്? അവിടെ എത്ര ഇന്റേൺഷിപ്പ് ഉണ്ട്? അവിടെ എങ്ങനെയാണ് കാര്യങ്ങൾ? നിങ്ങൾക്ക് ടിസിന്റെ ഒഫീഷ്യൽ സൈറ്റിൽ നോക്കിയാൽ നമുക്ക് നല്ല ഡീറ്റെയിൽ ആയിട്ട് കിട്ടും. ഇപ്പൊ ടിസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മെയിൻ ആയിട്ട് നമ്മുടെ ഫസ്റ്റ് മനസ്സിൽ വരുന്നത് ഡൈവേഴ്സിറ്റി ആണ്. ഇപ്പൊ എന്റെ ക്ലാസ്സിൽ തന്നെ 42 പേരുള്ളതിൽ കേരളത്തിൽ നിന്ന് 2 പേരുണ്ട്, തമിഴ്നാട്ടിൽ നിന്നുണ്ട്, ആന്ധ്രാപ്രദേശ് ഉണ്ട്, ഓൾമോസ്റ്റ് എല്ലാ സംസ്ഥാനത്തു നിന്നും കുട്ടികളുണ്ടാവും. അപ്പൊ നമ്മള് കേരളത്തിൽ നിന്ന് പഠിച്ച ഒരാള് അവിടെ പോകുമ്പോൾ നമുക്ക് വേറെ കൾച്ചറിലുള്ളവരെ കാണുമ്പോൾ നമുക്ക് ആ കൾച്ചറിനെ മനസ്സിലാക്കാനും അങ്ങനെയും ഒരു എക്സ്പോഷർ കിട്ടും. ഇപ്പൊ ഓൾമോസ്റ്റ് എല്ലാവർക്കും ഉണ്ടാവുന്ന സംശയം ഹിന്ദി നമുക്കൊരു ബാരിയർ ആവുമെന്നുള്ളതാണ്. അത് കുറെ കുട്ടികൾക്ക് തോന്നുന്നുണ്ടാവും, ഓക്കെ എനിക്ക് ഹിന്ദി അറിയാൻ പാടില്ല, അപ്പൊ ഹിന്ദി സംസാരിച്ച് ഇപ്പൊ നമ്മൾ ഫീൽഡിൽ പോകുമ്പോൾ ഹിന്ദി അറിഞ്ഞില്ലെങ്കിൽ പ്രശ്നം ഉണ്ടാവും, അങ്ങനെ കുറെ സംശയം ഉണ്ടാവും. പക്ഷെ എനിക്ക് പേഴ്സണലി നമ്മൾ എഫേർട്ട് ഇട്ട് ഓക്കെ ഹിന്ദി പഠിക്കാൻ, ഒന്നുകിൽ നമ്മൾ ഹിന്ദി 10ാം ക്ലാസ് വരെ നമ്മൾ പഠിച്ച ലാംഗ്വേജ് ആണല്ലോ ഹിന്ദി, നമുക്ക് എഴുതാനും വായിക്കാനും എന്താണെങ്കിലും അറിയാം. പിന്നെ സംസാരിക്കുന്ന ഒരു 2-3 മാസം കൊണ്ട് നമ്മള് ഓക്കെ ഹിന്ദി എനിക്ക് പഠിക്കണം, എനിക്ക് ഫീൽഡിൽ പോകുമ്പോൾ അത് വേണം എന്നുള്ള ധാരണയിൽ നമ്മൾ ഹിന്ദിയിലും കൂടെ കുറച്ച് വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവിടുത്തെ ആൾക്കാരെടുത്ത് സംസാരിക്കണം. പിന്നെ മറാഠി ഒന്നല്ല, അവിടുത്തെ ആൾക്കാർ ഹിന്ദി തന്നെയാണ് സംസാരിക്കുക. അപ്പൊ ഹിന്ദിയുടെ കാര്യത്തിൽ നമുക്ക് നമ്മൾ എഫേർട്ട് ഇടാണെങ്കിൽ നമ്മുടെ ഗ്രോത്ത് അവിടെ സംഭവിക്കും. എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ എക്സാം കാര്യങ്ങള് അതാണെങ്കിലും അത്യാവശ്യം അങ്ങനെ നമുക്കൊരു ടഫായ എക്സാം, ഭയങ്കര ഹെക്റ്റിക് ആയ ഒരു എക്സാമുകൾ അങ്ങനെ നമുക്ക് സ്റ്റഡി ലീവ് ഒന്നും അങ്ങനെയൊന്നും ഉണ്ടാവില്ല. കാരണം അത്ര എക്സാം അവരത്ര സീരിയസ് ആയിട്ടല്ല എടുക്കുന്നത്. ലാസ്റ്റ് എക്സാമിന് മുന്നേ നമ്മുടെ പ്ലേസ്മെന്റ് തീരും. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും ഈ പ്ലേസ്മെന്റിന് വരുന്ന ആൾക്കാർ മാർക്കിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. പക്ഷേ ലാസ്റ്റ് സെമ്മിന് മുന്നേ അവര് പ്ലേസ്മെന്റ് നടത്തി പോവാന്ന് പറയുന്നത് ഓക്കെ, അത് ടിസിലെ കുട്ടികളിൽ നിന്ന് അവരൊരു ക്വാളിറ്റി പ്രതീക്ഷിക്കുന്നത് കൊണ്ടാണ്, ആ ഒരു ലെഗസി അവർ ഇത്ര നാളുമായിട്ട് വർക്ക് ചെയ്യുന്നത് കൊണ്ടാണ്. പിന്നെ ഞാൻ പെപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ യൂട്യൂബിൽ വീഡിയോ കണ്ടിട്ടാണ് പെപ്പില് ജോയിൻ ചെയ്തത്. യൂട്യൂബിൽ ആ സമയത്ത് കുറച്ച് വീഡിയോസ് ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ പഠിക്കുന്ന സമയത്ത് പറഞ്ഞു ഞങ്ങൾക്ക് ടിസ്നെറ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ GK ഉണ്ടായിരുന്നു, ഇംഗ്ലീഷ് ഉണ്ടായിരുന്നു, മാത്സ് ഉണ്ടായിരുന്നു. അപ്പൊ ആ 3 സബ്ജക്റ്റിലും പെപ്പില് ജോയിൻ ചെയ്തതിന് ശേഷം എനിക്ക് മാത്സ് അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു. പക്ഷെ GKയുടെ കാര്യത്തിലൊക്കെ ഞങ്ങൾ ഭയങ്കര വീക്കായിരുന്നു. അപ്പൊ പെപ്പിന്റെ യൂട്യൂബ് ചാനലില് വീക്കിലി സെഷൻസ് ഇടും, സൺഡേ അവര് ഓരോ വീക്കിലി അപ്ഡേറ്റ്സ് ഇടും. അപ്പൊ അങ്ങനെയും പിന്നെ ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പൊ ലാസ്റ്റ് ഞങ്ങൾക്ക് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, അർഷദ് സാറാണ് എനിക്ക് GK എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ എക്സാമിന് സാർ ഇത് വരും, നോബൽ പ്രൈസ് വരും, അങ്ങനെ നമ്മുടെ അവാർഡ് വരും, അങ്ങനെയൊക്കെ പറഞ്ഞ് കുറെ പഠിപ്പിച്ച കുറെ സാധനങ്ങൾ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ പെപ്പിലാണെങ്കിലും നമുക്ക് എന്താണോ പഠിപ്പിക്കേണ്ടത് അത് മാത്രമേ അവർ പഠിപ്പിക്കുള്ളൂ. ഇപ്പൊ നമുക്ക് ഒരു പേഴ്സണൽ മെന്റർ എന്ന് പറയുന്ന ഒരു സാധനം ചില നേരത്ത് നമുക്ക് ആവശ്യം വരും, നമുക്ക് ടെൻഷൻ വരും, നമുക്ക് കാര്യങ്ങൾ വരും. ആ സമയത്താണെങ്കിലും നമുക്ക് പെപ്പിത്തെ ഫാക്കൽറ്റീസിനെ വിളിക്കാനും എനിക്ക് ഇങ്ങനെ ടെൻഷൻ ആവുന്നുണ്ട്, എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല എന്ന് പറയാനുള്ള ഒരു സ്പേസും ആ ഒരു ഫ്രീഡവും നമുക്ക് ആ ഫാക്കൽറ്റീസിന്റെ അടുത്തുണ്ടായിരുന്നു. അതും നമുക്ക് യൂസ്ഫുൾ ആയിരുന്നു. എനിക്ക് വളരെ കുറച്ച് സമയം ഉണ്ടായിരുന്നുള്ളൂ. ടിസ്നെറ്റിന്റെ റിസൾട്ട് വന്ന 15 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾക്ക് ഓൺലൈൻ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അപ്പൊ ആ സമയത്തൊക്കെ ഭയങ്കര ടെൻഷൻ ആയിരുന്നു. ആ സമയത്തൊക്കെ അതിനും അവര് നമുക്ക് ഗൈഡൻസ് തന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്തൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. പെപ്പില് പഠിച്ചത് കൊണ്ടും കൂടിയാണ് എനിക്ക് ടിസിൽ കിട്ടിയെന്ന് ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നുണ്ട്. അങ്ങനെയാണ് പെപ്പിനെ കുറിച്ച് പറയേണ്ടത്. അത്രയാണ് എനിക്ക് എന്റെ ഭാഗത്ത് നിന്ന് പറയാനുള്ളത്. ടിസിലെ ഇനി നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയണം. ഇപ്പൊ എന്റെ കോഴ്സിനെ കുറിച്ച് ഇവിടെ സ്പെഷ്യൽ ആയിട്ട് പറയേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഓരോ കോഴ്സിനും ഓരോ കരിക്കുലായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് എന്താ അറിയേണ്ടത്, ഇപ്പൊ ടിസിനെ കുറിച്ച് കോമൺ ആയിട്ട് അറിയേണ്ട കാര്യങ്ങൾ എന്താണെന്നുണ്ടെങ്കിൽ ചോദിച്ചാൽ ഞാൻ പറയാം. Okay, I think now it's the right time. Like you can ask any questions related to this. Anusha is here. I am also here. നമുക്ക് അറിയുന്ന നമ്മളുടെ നോളജിന്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഉത്തരങ്ങൾ നൽകാൻ പറ്റും. നേരത്തെ ആരൊക്കെ ചോദിച്ചിരുന്നു, ചാറ്റ് ബോക്സ്. MA ലേബർ സ്റ്റഡീസ് ആൻഡ് ട്രെയിനിങ്. MA ലേബർ സ്റ്റഡീസ് CFQP 12 എന്ന് കണ്ടിട്ടുണ്ട്. CFQP 12 ആണ്. CFQP 12 തന്നെയായിരുന്നു HRM അതേപോലെ തന്നെ പിന്നെ ഇതുണ്ടായിരുന്നു MA ODCL എന്ന് പറയുന്ന ഓർഗനൈസേഷൻ ഡെവലപ്മെന്റും.
അവർ ആ 12 മാറ്റിയിട്ടാണ് ഇപ്പൊ എന്ത് ചെയ്തിട്ടുള്ളത്, ക്യാറ്റ് ആക്കിയിട്ടുള്ളത്. കറന്റ്ലി MA ലേബർ സ്റ്റഡീസ് CFP 12 ആണെന്നാണ് മനസ്സിലാക്കുന്നത്. അത് റൈറ്റ് ആണ്, പക്ഷേ പറഞ്ഞ കറക്റ്റ് ആണ്. സോ വേറെ എന്തെങ്കിലും സംശയം? അവിടുത്തെ ഫീസ് ഒന്ന് പറയോ? ഓക്കെ, അപ്പൊ നമ്മൾ ഫീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സെപ്പറേറ്റ് ഇപ്പോ ഹോസ്റ്റലിൽ കിട്ടുന്ന ഇപ്പോ ഈ വർഷം എന്ന് പറഞ്ഞാൽ 1 lakhന് താഴെ ഇൻകം ഉള്ളവർക്കായിരുന്നു ഹോസ്റ്റൽ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അത് പക്ഷെ ഓരോ വർഷവും മാറുന്ന കാര്യമാണ്. ഓരോ വർഷം അവര് ചിലപ്പോൾ കഴിഞ്ഞതിന് മുന്നത്തെ വർഷം 8 ലക്ഷമായിരുന്നു. അതിനുശേഷം അവിടുത്തെ കുട്ടികൾ എത്ര പേര് അപ്ലൈ ചെയ്യുന്നുണ്ട്, എങ്ങനത്തെ കുട്ടികൾക്കാണ് അവിടെ കിട്ടുന്നതിന് അനുസരിച്ചിരിക്കും ഹോസ്റ്റലിന്റെ മാനദണ്ഡം. ഹോസ്റ്റലിലും ഫുഡിനും സെപ്പറേറ്റ് പൈസ വേണ്ടിവരും. അപ്പൊ അത് അങ്ങനെ 2 എണ്ണം അടയ്ക്കണം. പിന്നെ നമ്മുടെ കോഴ്സ് ഫീസ്, അത്രയുമാണ് അവിടെ ഫീസ് ആയിട്ട് വരുന്നത്. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഫീസ് ഹോസ്റ്റൽ ഫീസ് എന്ന് പറയുന്നത് ഈ വർഷം ഉണ്ടായിരുന്നത് 20,000 + 18, 38 ആയിരുന്നു ഹോസ്റ്റൽ പ്ലസ് ഫുഡിന്റെ ഫീസ് എന്ന് പറയുന്നത്. വേറെ കോഴ്സിന് ഓരോ കോഴ്സിനും ഓരോ ഫീസ് ആയിരിക്കും. നിങ്ങളുടെ ഫീസ് എത്രയാണെന്ന് ഇപ്പൊ ഈ വർഷത്തെ എത്ര ഫീസ് ആയിരുന്നു നിങ്ങൾക്ക് അവിടുത്തെ സൈറ്റിൽ നോക്കിയാൽ മനസ്സിലാവും. അതിനേക്കാളും ഒരു കുറച്ച് രൂപയെ കൂടുള്ളൂ, മീൻസ് ഒരു 5,000 ആ ഒരു ഡിഫറൻസിനാണ്. എല്ലാ തവണയും ഒരു വ്യത്യാസം വരുത്തില്ല, പക്ഷെ വ്യത്യാസം വരുത്താറുണ്ട്. നിങ്ങളുടെ ഓരോ കോഴ്സിനും ഓരോ പൈസ ആവുന്നതുകൊണ്ട് ഈ സൈറ്റിൽ നോക്കിയാൽ മനസ്സിലായി. ഇപ്പൊ ഫുഡിന്റെയും ഹോസ്റ്റലിന്റെയും പൈസയാണ് ഞാൻ പറഞ്ഞത് 38 എന്ന് പറഞ്ഞത്. അത് 6 മാസത്തേക്കാണ് വരുന്നത്. നമ്മൾ ഫീൽഡിലേക്ക് പോകുമ്പോൾ നമുക്ക് ഇന്റേൺഷിപ്പിന് 2 മാസത്തേക്ക് പോകുമ്പോൾ ആ പൈസ കുറച്ച് കിട്ടും. നമുക്ക് ഏറ്റവും അവസാനം വരുമ്പോൾ നമുക്ക് നമ്മൾ എത്രയാണ് ഫുഡ് കഴിച്ചത് അതിനുള്ള പൈസ മാത്രമേ അവർ എടുക്കുള്ളൂ. നമ്മൾ പുറത്തേക്ക് പോകുന്നതിനൊക്കെയുള്ള പൈസ അവിടെ കുറയും. അങ്ങനെയാണ് ഫീസിന്റെ കാര്യം. അതിലൊന്ന് ആഡ് ചെയ്യാനുള്ളത്, ഫീസ് നിങ്ങൾക്ക് സൈറ്റിൽ നോക്കിയാൽ ഇപ്പൊ ഒരുപാട് കോഴ്സ് അവിടെ ഉണ്ട്. നമുക്കിപ്പോ സ്പെസിഫിക്കലി ഈ കോഴ്സിൽ ഇത്രയാണ് ഫീ എന്ന് പറയാൻ കഴിയില്ല. ഡിപ്പെൻസ് ഓൺ കോഴ്സ്. അപ്പൊ എന്ത് ചെയ്യാ, നിങ്ങൾ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഒന്ന് നോക്കുക. കമ്പാരിറ്റീവ്ലി ഫീസ് കൂടുതലാണ് അതർ യൂണിവേഴ്സിറ്റീസിൽ നോക്കുന്ന സമയത്ത്. സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലൊക്കെ നോക്കുന്ന സമയത്ത് കമ്പാരിറ്റീവ്ലി ഫീസ് കൂടുതലാണ് ഡിസിൽ. പക്ഷേ ദർ ഈസ് എ പ്രൊവിഷൻ ഫോർ സ്കോളർഷിപ്സ് ഓൾസോ. ഇഫ് യു ആർ ബിലോ 1 lakh ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ സ്കോളർഷിപ്സും കാര്യങ്ങളൊക്കെ കിട്ടാനുള്ള ഇതാണ്. കാരണം നമ്മൾ പൊതുവെ നമ്മളുടെ പല കുട്ടികളും ഇൻകം ലെവൽ താഴെയാണെങ്കിൽ ദർ വിൽ ബി സപ്പോർട്ട് ഫ്രം വേരിയസ് ഗ്രൂപ്പ്സ് ഓൾസോ. ദർ ആർ വേരിയസ് അതിന് എനിക്കൊന്ന് അനുഷ്ഠയിൽ ചിലപ്പോൾ പറയാൻ പറ്റും സ്കോളർഷിപ്പ് കാര്യങ്ങളൊക്കെ അവിടെ കൊടുക്കുന്നത്. അവിടെ സ്റ്റുഡന്റ് സൈഡ് എന്ന് പറഞ്ഞിട്ട് ടിസ്സിന്റെ തന്നെ ഇപ്പൊ സാമ്പത്തികമായിട്ട് പിന്നോട്ട് നിൽക്കുന്ന കുട്ടികളെ അവരെ ഇന്റർവ്യൂ ചെയ്ത് അവർക്ക് ഈ സ്കോളർഷിപ്പിന് അർഹത ഉണ്ടോ എന്ന് നോക്കിയിട്ട് ഫസ്റ്റ് സെമ്മിൽ 1 ലക്ഷത്തിന് താഴെയുള്ള എല്ലാവർക്കും കിട്ടും. അത് കഴിഞ്ഞിട്ട് സ്റ്റുഡന്റ് സൈഡ് കിട്ടണമെങ്കിൽ നമ്മളൊരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് ഓക്കെ ഈ കുട്ടിക്ക് വീട്ടിൽ ഇത്ര പ്രശ്നങ്ങളുണ്ട്, അപ്പൊ സ്റ്റുഡന്റ് സൈഡ് കിട്ടാൻ അർഹത ഉണ്ട് എന്ന് നോക്കിയിട്ട് അവര് തന്നെ ടിസ്സിലത്തെ ടാറ്റ ട്രസ്റ്റിന്ന് തരുന്ന ഒരു സ്കോളർഷിപ്പ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഓരോ കാസ്റ്റ് ബേസിസിൽ മുസ്ലിംസിന് ഈഴവ എന്ന് പറഞ്ഞിട്ട് അത് നമുക്ക് ഒഫീഷ്യൽ മെയിൽ വരും. നമുക്ക് അവിടെ ഒരു മെയിൽ ID കിട്ടും. അപ്പോൾ ആ മെയിലിൽ നിന്ന് നമുക്ക് ഇന്ന സ്കോളർഷിപ്പിന് ഇന്ന ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞിട്ട് നമുക്ക് മെയിൽ വരും. അപ്പൊ നമുക്ക് അതിൽ മെയിൽ ചെയ്ത് ഇപ്പൊ അവർ പറയുന്ന ക്രൈറ്റീരിയ നമ്മൾ ഫുൾഫിൽ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഒരു സെമ്മിന്റെ ഫീസ് ഫുൾ ആയിട്ട് അവർ അടയ്ക്കുക, മീൻസ് ആ ട്രസ്റ്റ് തരാം. അങ്ങനെ കുറെ APJ അബ്ദുൽ കലാം സാറിന്റെ ഒരു ട്രസ്റ്റിൽ നിന്ന് അങ്ങനെ പൈസ വരുന്നുണ്ട്. മീൻസ് അങ്ങനെ കുറെ ഉണ്ട്. അപ്പം നമുക്ക് എല്ലാം കിട്ടില്ല. ഒരെണ്ണം കിട്ടുന്ന ഒരാൾക്ക് വേറൊരെണ്ണം കിട്ടില്ല. അത് ഫെയർ അല്ല. അതിപ്പോ നിങ്ങൾക്കും അറിയുണ്ടാവും. അപ്പൊ നമുക്ക് അവിടെ സ്കോളർഷിപ്പ് അപ്ലൈ ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ ഉണ്ട്. പിന്നെ NSP എന്ന് പറഞ്ഞിട്ട് നാഷണൽ സ്കോളർഷിപ്പ് ഉണ്ട്. എല്ലാവർക്കും അറിയുന്ന പോലെ E-grants ഉണ്ട്. അങ്ങനെ സ്കോളർഷിപ്പിന്റെ പ്രൊവിഷൻ ഉണ്ട് അവിടെ. ഓക്കെ, എനിക്ക് വന്നത് വേറെയും എന്തൊക്കെ ചോദ്യം വന്നിട്ടുണ്ട്. പേഴ്സണൽ ഇന്റർവ്യൂല് സബ്ജക്ട് ഓറിയന്റഡ് ക്വസ്റ്റ്യൻസ് ആണോ ചോദിക്കുന്നത്? ഹലോ, ഈസ് ഇറ്റ് ഓഡിബിൾ? ഞാൻ പറഞ്ഞ കേൾക്കുന്നുണ്ടോ? സർ, ഞാനൊരു ക്വസ്റ്റ്യൻ വായിച്ചിട്ടുണ്ടായിരുന്നു കോഴ്സ് ഓറിയന്റഡ് ആയിട്ട്. എനിക്ക് എന്റെ കോഴ്സിനെ കുറിച്ചുള്ളത് മാത്രമേ ധാരണയുള്ളൂ. അപ്പൊ കോഴ്സിനെ കുറിച്ച് ലൈക്ക് അത് ഞാൻ പറയാം. എനിക്കൊന്ന് ഇപ്പൊ ഇന്റർവ്യൂവിൽ എന്തൊക്കെയാണ് അനുസരിച്ച് ചോദിച്ചിട്ടുള്ളത് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാം. പേഴ്സണൽ ഇന്റർവ്യൂവിൽ സബ്ജക്ട് ഓറിയന്റഡ് ക്വസ്റ്റ്യൻസ് മാത്രമല്ല ചോദിക്കുന്നത്. നമുക്ക് ആദ്യം തന്നെ നമ്മൾ DAF എന്ന് പറഞ്ഞിട്ട് ഡീറ്റെയിൽഡ് ആപ്ലിക്കേഷൻ ഫോം നമ്മൾ ഫിൽ ചെയ്ത് കൊടുക്കണം. അപ്പൊ അതിൽ നമ്മൾ എന്തുകൊണ്ട് നമ്മളെ കുറിച്ച് ആദ്യം ഒരു 250 വേർഡ്സിൽ നമ്മളെ കുറിച്ച് ഇന്ന കാര്യങ്ങളാണ് ചെയ്തത്, നമ്മൾ ഇന്ന കോഴ്സാണ് ചെയ്തത് എന്ന് പറഞ്ഞിട്ട് നമ്മളെ കുറിച്ച് അവർക്ക് നമ്മളെ അറിയില്ലല്ലോ. അപ്പൊ അവര് എന്തടിസ്ഥാനത്തിലാണ് നമ്മൾ ഇന്റർവ്യൂ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയും അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്തുകൊണ്ടാണ് ഈ കോഴ്സ് എടുക്കുന്നത് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ DAFിൽ ആദ്യം ഫിൽ ചെയ്ത് കൊടുക്കും. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ഇന്റർവ്യൂ ഉണ്ടാകുന്നത്. നമ്മൾ ഏത് കോഴ്സിലേക്കാണോ ചെയ്യുന്നത്
അതിനനുസരിച്ച് നമുക്കൊരു 2 മിനിറ്റ് ആ ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കാനുണ്ടാവും. നമുക്ക് ആ ടോപ്പിക് നമ്മൾ എന്താണോ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ചുള്ള ടോപ്പിക് ആയിരിക്കും നമുക്ക് ഉണ്ടാവുന്നത്. അതിനെക്കുറിച്ച് നമുക്ക് അവർ ടോപ്പിക് തരും. ആ ടോപ്പിക് നമുക്ക് പറ്റില്ല എന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് അപ്പൊ തന്നെ പറയാം എനിക്ക് ഇത് അത്ര കോൺഫിഡന്റ് അല്ല, വേറൊരു ടോപ്പിക് തരുമെന്ന്. അപ്പൊ രണ്ടാമത്തെ ടോപ്പിക് നമ്മൾ ഉറപ്പായിട്ടും പറയണം. അതിനുശേഷം നമ്മൾ ആ ടോപ്പിക്കിനെ കുറിച്ച് 2 മിനിറ്റ് സംസാരിക്കാം. ഇപ്പൊ എന്റെ പബ്ലിക് ഹെൽത്ത് ആയിരുന്നത് കൊണ്ട് പബ്ലിക് ഹെൽത്ത് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. സാനിറ്റേഷൻ, ഇന്ന ലോ ഏതൊക്കെയാണ്, അങ്ങനെ കുറെ കാര്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് പേഴ്സണൽ ഇന്റർവ്യൂ എന്ന് പറയുന്നത് ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ തന്നെ ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ കോഴ്സ് എടുക്കുന്നത്. ഇപ്പൊ ഞാനൊരു ആയുർവേദ ഡോക്ടറാണ്, അപ്പൊ ആയുർവേദമായിട്ട് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്താൽ പോലെ എന്തിനാണ് പബ്ലിക് ഹെൽത്ത് എടുക്കുന്നത്, അതായിരുന്നു എന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അത് കഴിഞ്ഞിട്ട് വൈ ടിസ്, അങ്ങനെയും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഈ 2 ക്വസ്റ്റ്യനും കോമൺ ആയിട്ട് ഉണ്ടാവുന്നതാണ്. അത് കഴിഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മുടെ ഡാഫ്റ്റിൽ നിന്നായിരിക്കും. ഇപ്പൊ നമ്മൾ ഡാഫ്റ്റിൽ ഒരു കാര്യം എഴുതിയിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ നമ്മളൊരു NGO വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് എഴുതുകയാണെങ്കിൽ ആ NGO വർക്ക് ചെയ്തപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് മാറ്റങ്ങൾ തോന്നിയത്, ആ NGO വർക്ക് ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന അനുഭവം എന്താണ്, അങ്ങനെയും ചോദിക്കും. പിന്നെ കോമൺ ആയിട്ട് ചോദിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത് ഇന്ന കോഴ്സിൽ ഏതൊക്കെ സബ്ജക്ട് ഉണ്ട് എന്നറിയോ, ഫസ്റ്റ് സെമിൽ ഏതൊക്കെ സബ്ജക്ട് ഉണ്ട്, അതിനെക്കുറിച്ച് അറിയാം. നമ്മൾ എത്രമാത്രം അതിന് ടെസ്റ്റിൽ വരാൻ നമ്മൾ എത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ടെന്ന് അവർ മെഷർ ചെയ്യുന്നത് അങ്ങനെയാണ്. നമ്മൾ കോഴ്സിനെ കുറിച്ചൊക്കെ അറിഞ്ഞ് നമുക്ക് ഇത്ര ഇന്റേൺഷിപ്പ് ഉണ്ട്, അതുകൊണ്ടാണ് നമുക്ക് ഇത്ര വരാൻ ആഗ്രഹം എന്നൊക്കെ പറഞ്ഞ് അവരെ കൺവിൻസ് ചെയ്യാൻ പറ്റണം. അവിടുത്തെ ഫാക്കൽറ്റീസ് ഒക്കെ, ഈ ഇന്റർവ്യൂവിന് ഇരിക്കുന്ന എല്ലാ ഫാക്കൽറ്റീസും ഭയങ്കര ഇന്റലക്ട്സ് ആണ്. അപ്പൊ അവർക്ക് നമ്മുടെ ഡാഫിൽ ഒരു തെറ്റ് എഴുതിയിട്ടുണ്ട്, നമ്മളൊരു കാര്യം പ്രിറ്റൻഡ് ചെയ്തിട്ടുണ്ട്, അവർക്ക് അതൊന്നും മനസ്സിലാവില്ല എന്ന് വിചാരിച്ച് നമ്മൾ എഴുതി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവിടുത്തെ ഫാക്കൽറ്റീസിന് അത് മനസ്സിലാവും. അതേ കറക്റ്റ് കാര്യം അവർ ഇന്റർവ്യൂവിന് ചോദിക്കുക. എല്ലാ തവണയും അങ്ങനെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമ്മൾ ഡാഫ് എഴുതി നമ്മളെ കുറിച്ച് എഴുതി അതിൽ നിന്നാണ് ഇന്റർവ്യൂ കാര്യങ്ങളും പോകുന്നത്. എനിക്ക് പിന്നെ ശാലിനിയുടെ ചോദ്യത്തിലേക്ക് വരാം. MSWയിൽ നമുക്ക് പിന്നെ മുംബൈ ക്യാമ്പസിൽ മാത്രം 9 സ്പെഷ്യലൈസേഷൻസ് ആണുള്ളത്. അപ്പോൾ അതിൽ തന്നെ ഒരുപാട് പ്രോഗ്രാമുണ്ട്. ലൈക്ക് ക്രിമിനൽ ജസ്റ്റിസ് ഉണ്ട്, അതേപോലെ തന്നെ ചിൽഡ്രൻ ആൻഡ് ഫാമിലി ഉണ്ട്, അതേപോലെ നമ്മളുടെ കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ ആൻഡ് ഡെവലപ്മെന്റ് റൈറ്റ് CODP ഉണ്ട്. പൊതുവെ അതിനാണ് ഏറ്റവും കൂടുതൽ പിന്നെ ആളുകൾ ഫോക്കസ്ഡ് ആവുന്ന ഒരു പിന്നെ സ്ട്രീം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ട്രൈബൽ സ്റ്റഡീസ്, ദളിത് ആൻഡ് ട്രൈബൽ സ്റ്റഡീസ് ഉണ്ട്. ഇങ്ങനെ ഏകദേശം 9ഓളം മേജർ പിന്നെ സ്പെഷ്യലൈസേഷൻ ആണ് MSWയില് പിന്നെ ഇവിടെ ഉള്ളത്. അപ്പൊ അതിന് ഓരോ ഏരിയക്കും ഇറ്റ് ഹാസ് ഗോട്ട് ഇറ്റ്സ് ഓൺ ഇമ്പോർട്ടൻസ് പിന്നെ റെലവൻസ് എന്നതാണ്. അപ്പോൾ നമുക്ക് ഒന്ന് നല്ലതാണ് ഒന്ന് മോശമാണ് ഇങ്ങനെയൊക്കെ പറയുന്നതിൽ ഒരു പരിമിതിയുണ്ട്. പക്ഷെ അവിടെയുള്ള എല്ലാ MSW കോഴ്സുകളും ഏറ്റവും കൂടുതൽ ആളുകൾ ഫോക്കസ് ചെയ്യാറുള്ളത് കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ ആൻഡ് ഡെവലപ്മെന്റ് പ്രാക്ടീസ് ആണ്. CODPയുടെ കൂടുതൽ ആളുകൾ ഫോക്കസ് ചെയ്യാറുള്ളത് അതിലുണ്ടാവുമല്ലോ, ഒന്നിലേറ്റവും മെച്ചേതാന്ന് ചോദിക്കുന്ന പോലെ അതിൽ കൂടുതൽ ആളുകൾ ഫോക്കസ് CODPയാണ്. ബാക്കിയുള്ള ഓരോ മേഖലകളും അതിൻ്റെതായിട്ടുള്ള റെലവൻസ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ക്രിമിനൽ ജസ്റ്റിസ് ആണെങ്കിൽ കൂടുതൽ നമ്മളുടെ ലീഗൽ ആ മേഖലകളിലേക്ക് പോകുന്ന ആളുകൾ, അതിന്റെ റിസർച്ച് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഒക്കെയാണ് അതിൽ കൂടുതൽ ആളുകൾ പോകാറുള്ളത്. ഡിസാസ്റ്റർ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിൽ ഇപ്പോൾ നമുക്കറിയാം എസ്പെഷ്യലി പ്ലെന്റി ഓഫ് ഡിസാസ്റ്റർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ആൾക്കാരുണ്ട്. അപ്പൊ ആ സമയത്തൊക്കെ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നൊക്കെ അവർ പോളിസി ലെവലിലൊക്കെ നോക്കുന്ന സമയത്ത് there are plenty of placements are available. ഇതൊക്കെയാണ് ആ മേഖലകളിൽ കൂടുതലും ഉള്ളത്. എനിക്ക് തോന്നുന്നത് പിന്നെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നമ്മളുടെ തന്നെ അലുമിനീസ് ഓരോ കോഴ്സിലൂടെ നമുക്ക് ഈ ഒരു സീരീസ് ആയിട്ട് ഇത് കണ്ടക്ട് ചെയ്യാം. ഇന്ന് നമുക്ക് നമ്മുടെ കൂടെ അനുഷയാണ്. ഇനി നമുക്ക് ഇതേ കോഴ്സുകളിൽ പഠിച്ച ആളുകൾ വിൽ ബി ബ്രിങ്ങിങ് ദം. മീറ്റ് ദ സ്കോളർ എന്ന് പറയുന്ന നമ്മുടെ പ്രോഗ്രാം നമുക്ക് വി ക്യാൻ ബ്രിങ് ദം. ദേ വിൽ ഓൾസോ ഷെയറിങ്. ലൈക്ക് അവരിപ്പോ എങ്ങനെയാണ് അത് പഠിച്ചു കഴിഞ്ഞിട്ടുള്ള പ്ലേസ്മെന്റ്സും കാര്യങ്ങളൊക്കെ അവർ ഷെയർ ചെയ്യും. ഓക്കെ, മോസിനെ ചോദിക്കേണ്ട സൈക്കോളജി പ്ലേസ്മെന്റ്സ് ആർ ദെയർ ഫോർ എവറി കോഴ്സ്. പക്ഷെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ പ്ലേസ്മെന്റ്സിലേക്ക് എത്തിപ്പെടാൻ വി നീഡ് ടു ഹാവ് അവർ ഓൺ സ്കിൽ എന്നുള്ളതാണ്, സ്കിൽ സെറ്റ് ഉണ്ടാവണം എന്നുള്ളതാണ്. അപ്പോ എനിക്ക് അനുഷ ഇപ്പോൾ നെക്സ്റ്റ് ഇയറിലായിരിക്കും പ്ലേസ്മെന്റ് സാധനങ്ങളിലേക്ക് പോകുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ അവിടെ ഉള്ള ആളുകൾ ഇപ്പോൾ കഴിഞ്ഞ ആളുകളൊക്കെ പറഞ്ഞിട്ടുള്ള എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് പിന്നെ പ്ലേസ്മെന്റ്സ് കാര്യങ്ങൾ അവിടെ ഉണ്ട്. പക്ഷേ ലൈക്ക് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ അസ്, നമ്മൾ എത്രത്തോളം അതിൽ എന്ത് ചെയ്യുന്നുണ്ട് പിന്നെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതനുസരിച്ച് സൈക്കോളജിക്കും പ്ലേസ്മെന്റ്സുകൾ ഉണ്ടാവും. അപ്പൊ ഹർഷദ് എനിക്ക് കുറെ സമയമായിട്ട് ചോദ്യം ചോദിക്കാൻ വേണ്ടി കൈ പൊക്കിയിട്ടുണ്ട്. ഹർഷദ് അത് ക്ലിയർ ആയി. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? ഹലോ സാർ. പറഞ്ഞോ, കേൾക്കണ്ട. കിസ് മുംബൈയിലല്ല വേറെ 4 സ്ഥലത്തുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പം ഈ മുംബൈയിലുള്ളത് പോലെ തന്നെ എക്സ്പോഷർ കാണോ ബാക്കി 4 ക്യാമ്പസുകളിലും? അതിനുള്ള മറുപടി ഞാൻ പറഞ്ഞേക്കാം.
ടിസ് ഇപ്പോ തുൽജാപൂർ, ഹൈദരാബാദ് അങ്ങനെ വേറെയും കുറച്ച് സ്ഥലങ്ങളിലുണ്ട്. ഓരോ സ്ഥലത്തും ചില കോഴ്സ്, ഇപ്പൊ എന്റെ കോഴ്സ് എന്ന് പറയുന്നത് മുംബൈയിൽ മാത്രമേ ഉള്ളൂ. ചില കോഴ്സ് അങ്ങനെ ചില സ്ഥലത്തുള്ള ടിസിൽ മാത്രമേ ഉള്ളൂ. പിന്നെ എല്ലാ സ്ഥലത്തും ഇതുപോലെ ഫാക്കൽറ്റീസ് എല്ലാവരും ഇപ്പോ ടിസ് മുംബൈത്തെ ഫാക്കൽറ്റീസ് കുറച്ച് പേര് ഹൈദരാബാദ് പോയി എടുക്കുന്നുണ്ടാവും. പിന്നെ അവിടുത്തെ ഫാക്കൽറ്റീസ് ഗസ്റ്റ് ഫാക്കൽറ്റീസ് ഉണ്ടാവും. അപ്പൊ ഫാക്കൽറ്റീസിന്റെ ഇതിലെന്ന് പറഞ്ഞാല് ടിസിലുള്ള എല്ലാ ഇപ്പൊ എനിക്ക് മുംബൈയിലുള്ളവരെ മാത്രമേ അറിയുള്ളൂ, പക്ഷെ ഹൈദരാബാദ് പഠിക്കുന്ന ഫ്രണ്ട്സ് ഉണ്ട്. അപ്പൊ അവരാണെങ്കിലും പറയുന്നത് ഫാക്കൽറ്റീസ് നല്ലതാണ് എന്നാണ്. പിന്നെ ചില കോഴ്സുകൾ അവിടെ മാത്രമേ ഉണ്ടാവുള്ളൂ, ചില കോഴ്സ് ഇവിടെ മാത്രമേ ഉള്ളൂ. ആ ഒരു വ്യത്യാസം നിങ്ങൾ ഇന്ന കോഴ്സ് ഏതൊക്കെ സ്ഥലത്താണ് ഉള്ളത് എന്ന് നോക്കണം. പിന്നെ ഒരു എക്സ്പോഷർ എന്ന് പറയുന്നത് ഡിഫറെന്റ് കൾച്ചറിലുള്ളവർ വരുന്നു എന്നുള്ളതാണ്. അതെല്ലാ സ്ഥലത്തും ഉണ്ടാവും. പിന്നെ പ്ലേസ്മെന്റ് ആണെങ്കിലും അത് ഈ പ്ലേസ്മെന്റ് സെൽ എന്ന് പറയുന്നത് ഓൾ ടിസിലുള്ള ഒരു കാര്യമാണ്. പിന്നെ പ്ലേസ്മെന്റിനെ കുറിച്ച് കുറച്ച് ക്വസ്റ്റ്യൻ കണ്ടത് കൊണ്ട് പറയാം. പ്ലേസ്മെന്റ് സെൽ എന്ന് പറയുന്നത് സ്റ്റുഡൻസ് തന്നെ ലീഡ് ചെയ്യുന്നതാണ്. നമ്മുടെ ക്ലാസ്സിൽ നിന്ന് നമ്മൾ എലക്ട് ചെയ്തിട്ട് കുറച്ച് കുട്ടികളെ പ്ലേസ്കോം എന്ന് പറയുന്ന പ്ലേസ്മെന്റ് സെല്ലിലേക്ക് സെലക്ട് ചെയ്യും. അത് കഴിഞ്ഞ് ആ കുട്ടികളും ഫാക്കൽറ്റീസും കൂടെ നമ്മൾ ആരൊക്കെയാണ് കഴിഞ്ഞ വർഷം റിക്രൂട്ട് ചെയ്തത് അവരെ നമ്മൾ മീറ്റ് ചെയ്ത് നമ്മൾ ഒഫീഷ്യൽ മെയിൽ അയച്ച് അവരെ വെൽക്കം ചെയ്യാണ്. അത് കഴിഞ്ഞിട്ട് അവരിവിടെ ഇന്റർവ്യൂ എടുക്കാൻ വരും. ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഇന്റർവ്യൂ ഉണ്ടാവും. ഈ പ്ലേസ്മെന്റ് സെല്ല് തന്നെ നമ്മളെ ഹെൽപ്പ് ചെയ്യും. നമ്മുടെ സിവിയിൽ എന്തൊക്കെ കറക്ഷൻസ് ആണ് വേണ്ടത്, നമ്മൾ ഏതൊക്കെ കോഴ്സാണ്. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എക്സൽ കോഴ്സ് ചെയ്യണം. അപ്പോൾ ഏത് സ്ഥലത്തു നിന്ന് കോഴ്സ് ചെയ്യുന്നതാണ് നല്ലത്, നമ്മൾ സമ്മർ ഇന്റേൺഷിപ്പ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്യും. അത് ഏത് സ്ഥലത്തു നിന്ന് ചെയ്താൽ നമ്മൾ ഇന്ന സ്ഥലത്തേക്ക് പ്ലേസ്മെന്റിന് പോകാൻ പറ്റും. അങ്ങനെ പ്ലേസ്മെന്റ് സെല്ല് മീൻസ് അവർക്ക് ടീച്ചേഴ്സ് പറഞ്ഞു കൊടുക്കുന്നതാണ്. ഈ പ്ലേസ്മെന്റ് സെല്ലിൽ ടീച്ചേഴ്സും ഉണ്ട്. അപ്പൊ അവരുടെ അനുഭവം ഈ കുട്ടികളിൽ കൂടെ നമ്മുടെ റെപ്രസെന്റേറ്റീവ്സ് തന്നെയാണ് ഇതിനു വേണ്ടിയിട്ട് എഫേർട്ട് ഇട്ടിട്ട് റിക്രൂട്ടേഴ്സിനെ കൊണ്ടുവരുന്നത്. നമ്മുടെ സ്കില്ല് നോക്കിയിട്ട് അവർക്ക് ഇന്ന സ്കില്ലുള്ള ആൾക്കാരെയാണ് വേണ്ടത്. നമുക്ക് ഇന്ന സ്കില്ല് ഉണ്ടെങ്കിൽ അവരെ നമ്മൾ റിക്രൂട്ട് ചെയ്തിട്ട് പോകും. അങ്ങനെയാണ് അവിടെ പ്ലേസ്മെന്റ് നടന്നു പോകുന്നത്. ആരോ ചോദിച്ചിട്ടുണ്ട് പിന്നെ പബ്ലിക് സോഷ്യൽ വർക്കിലും അതിനാൽ പബ്ലിക് ഹെൽത്ത് സ്പെഷ്യലൈസേഷൻ ഉണ്ട് കേട്ടോ. ദുർഗ ലൈക്ക് അതിന്റെ ഒരു ഇപ്പൊ ഞാൻ ജസ്റ്റ് അതൊന്ന് പറഞ്ഞിട്ട് എനിക്ക് ഒന്ന് അനുഷ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയും. കുറച്ച് നേരത്തെ എനിക്കൊരു നോട്ടിഫിക്കേഷൻ വന്നിരുന്നു. അപ്പൊ ഞാനതിങ്ങനെ വായിക്കായിരുന്നു. അപ്പൊ അതിലുണ്ടായിരുന്ന സാധനം എന്താന്ന് വെച്ചാല് പിന്നെ ടിസ് ഒരു പുതിയ ഒരു നോട്ടിഫിക്കേഷൻ എന്ത് ചെയ്തിട്ടുണ്ട്, സ്റ്റുഡന്റ് ഗൈഡോ എന്തോന്ന് വന്നിട്ടുണ്ട്, പെരുമാറ്റച്ചട്ടം വന്നിട്ടുണ്ട്. എന്താണ് പിന്നെ ഇപ്പൊ വന്ന എനിക്ക് നിങ്ങളെ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും മേ ബി നിങ്ങളുടെ ഗ്രൂപ്പിലൊക്കെ. അതായത് ജസ്റ്റ് ഒരു ഓണർ കോഡ് എന്നുള്ള രീതിയിൽ വന്നിട്ടുണ്ട്. പൊളിറ്റിക്സിനെ കൊണ്ടുവരുന്നത് എന്ന് പറഞ്ഞു. പൊളിറ്റിക്സ് സ്വാഭാവികമായിട്ട് ഉണ്ടാവും, എല്ലായിടത്തും എല്ലാ ക്യാമ്പസും ഉണ്ടാവും തന്നെയാണ്. അക്കാഡമിക്സിനെ നിങ്ങൾ അഫക്ട് ചെയ്യൂല, കാരണം അവിടെ പഠിക്കാനായിട്ടാണ് ആളുകൾ പോകുന്നത്, പൊളിറ്റിക്സ് കളിക്കാനായിട്ട് മാത്രമല്ല. തീർച്ചയായിട്ടും നോട്ട് എഫക്ട്. ബാക്കി എനിക്കൊന്ന് അനുഷേധിച്ച് ഷെയർ ചെയ്യും പൊളിറ്റിക്സിനെ കുറിച്ചല്ല. ഇപ്പൊ നമ്മള് കേരളത്തിൽ നിന്ന് പോകുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ ഇപ്പൊ ഞങ്ങള് കോളേജിൽ പോയി നമുക്ക് ആദ്യത്തെ 3 ദിവസം ഓറിയന്റേഷൻ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ അടുത്ത് കേരളത്തിൽ ഇപ്പൊ ഞാൻ പഠിച്ചത് തൃപ്പൂണിത്തുറ കോളേജിലാണ്. അപ്പൊ അവിടുത്തെ ഹോസ്റ്റലില് 7 മണിക്ക് ഞങ്ങൾക്ക് കയറണമായിരുന്നു പെൺകുട്ടികൾക്ക്. അപ്പൊ ഞാൻ ആസ് എ വിമൻ ഞാൻ പറയുകയാണെങ്കിൽ ഞങ്ങളുടെ കോളേജിൽ ജോയിൻ ചെയ്ത് ഓറിയന്റേഷന്റെ ദിവസം അവർ ഫസ്റ്റ് പറഞ്ഞ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഏത് സമയത്തും എവിടെയും പുറത്തു പോവാം, ഇന്ന സമയത്തിനുള്ളിൽ കോളേജിൽ വരുന്ന ഒരു റെസ്ട്രിക്ഷൻ അവിടെ വെച്ചിട്ടില്ല. പക്ഷെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം, നമുക്ക് എല്ലാവർക്കും അവിടുത്തെ സെക്യൂരിറ്റി ഗാർഡിന്റെ നമ്പർ ഉണ്ട്. സെക്യൂരിറ്റി ഗാർഡിന്റെ നമ്പർ 2 പേരുടെ നമ്പർ വെച്ചിട്ട് നമുക്ക് തന്നിട്ടുണ്ട്. ഓറിയന്റേഷന്റെ സമയത്ത് എന്തെങ്കിലും പ്രശ്നത്തിൽ നമ്മൾ പോയി മീൻസ് എന്തെങ്കിലും പ്രശ്നം പറ്റിയെന്ന് പറഞ്ഞാൽ നമ്മൾ പരമാവധി ടിസ്റ്റിലുള്ള ഈ സെക്യൂരിറ്റീസിനോ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് വഴി ഇവരുടെ ഹെൽപ്പ് നമ്മൾ സീക്ക് ചെയ്യണം എന്നാ പറയുന്നത്. അല്ലാണ്ട് അവര് നമ്മളെ ഹെൽപ്പ് ചെയ്യാന്നാ പറയുന്നത്. അല്ലാണ്ട് അവര് നമ്മളെ റെസ്ട്രിക്ട് ചെയ്യല്ല ചെയ്യുന്നത്. നമ്മളൊരു പേഴ്സണൽ കാര്യത്തിൽ റെസ്ട്രിക്ട് ചെയ്യുക അങ്ങനെ ഒരു കാര്യം അവിടെ ചെയ്യുന്നില്ല. പിന്നെ പൊളിറ്റിക്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവിടെ ഇപ്പൊ മെയിൻ ആയിട്ട് അവിടെ ഇന്റേണൽ പൊളിറ്റിക്സ് എല്ലാ സ്ഥലത്തും ഉണ്ട്, അതുപോലെ തന്നെ ടിസിലും ഉണ്ട്. പക്ഷെ സാറ് പറഞ്ഞ പോലെ നമ്മൾ അവിടെ പൊളിറ്റിക്സിന് വേണ്ടിയിട്ടല്ല പോകുന്നത്, അവിടെ നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. പക്ഷെ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നമ്മൾ അടുത്ത ഒരു തലമുറ എന്നുള്ള രീതിയിൽ നമുക്ക് പൊളിറ്റിക്സ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. അപ്പൊ അവിടെ പൊളിറ്റിക്സ് ഉണ്ടായിരുന്നു. പക്ഷെ വേറെയും കുറെ പ്രശ്നങ്ങൾ ഈ എടുത്ത് നടന്നത് കൊണ്ട് PSF എന്ന് പറയുന്ന നമ്മുടെ ഒരു SFI ചായവുള്ള PSFനെയാണ് അവർ ബാൻ ചെയ്തിരിക്കുന്നത്. അവിടെയും വേറെയും പാർട്ടികളുണ്ട്. നമുക്ക് യൂണിയൻ ഇലക്ഷൻ വരും. ആ യൂണിയൻ ഇലക്ഷൻ പാർട്ടിയുടെ താഴെ തന്നെയാണ് അവർ ഇലക്ഷന് നിൽക്കുന്നത്, റെപ്രസെന്റ് ചെയ്ത് നിൽക്കുന്നത്. നമ്മൾ ആ യൂണിയൻ ഇന്ന പാർട്ടി നയിക്കുന്നത്, അങ്ങനെയാണ് അവിടെ ചെയ്യുന്നത്. പക്ഷെ
അത്രയും നമ്മുടെ നാട്ടിൽ കാണുന്ന പോലെ ഇന്ന പാർട്ടിയുടെ അണ്ടറിൽ എന്താ നമ്മൾ സമരം ചെയ്ത് നമ്മൾ 2-3 ദിവസം കോളേജ് അടച്ചിട്ടു, അങ്ങനെയുള്ള പ്രൊവിഷൻസ് ഒന്നും അവിടെ ഇല്ല. ഇതുവരെ ഞങ്ങൾ 1.5 വർഷം അവിടെ പഠിച്ചത് ഞങ്ങൾ അങ്ങനെ കണ്ടിട്ടില്ല. നമ്മൾ അവിടെ അവർ മുൻഗണന കൊടുക്കുന്നത് നമ്മുടെ അക്കാഡമിക്സിന് തന്നെയാണ്. നമ്മുടെ അക്കാഡമിക്സിന് മുന്നോട്ട് മീൻസ് അവിടുത്തെ ഫാക്കൽറ്റീസിനോ അല്ലെങ്കിൽ അവിടുത്തെ ഒരു അഡ്മിനിസ്ട്രേഷനോ മുന്നോട്ട് പോകാൻ പറ്റാത്ത രീതിയിൽ പാർട്ടിക്കാർ അല്ലെങ്കിൽ പൊളിറ്റിക്സ് വരുമ്പോഴാണ് ഇങ്ങനെ ഒരു മാനദണ്ഡം അവർ പുറത്തിറക്കിയത്. അതിന് ഉടനെ തന്നെ മാറ്റം ഉണ്ടാകുമായിരിക്കും എന്ന് വിചാരിക്കുന്നു. പൊളിറ്റിക്സ് നമ്മുടെ അക്കാഡമിക്സിനെ ബാധിക്കുന്ന ഒരു കാര്യമല്ല അവിടെ. ഡിപ്പെൻസ് ഓൺ ദ പേഴ്സൺ. ഇപ്പോ എനിക്ക് PSF ഞാൻ ഭയങ്കര SFIയുടെ ഒരാളാണ്, ഞാൻ PSF വർക്ക് ചെയ്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോവാണെങ്കിൽ അങ്ങനത്തെ ഉള്ള ആൾക്കാരെ എഫക്ട് ചെയ്യും ഉറപ്പായിട്ടും. പക്ഷെ നമ്മുടെ ഒരു കരിയർ ഓറിയന്റഡ് ആയിട്ട് പോവുകയാണെങ്കിൽ പ്രശ്നം വരില്ല എന്നാ ഞാൻ പറഞ്ഞത്. അതൊക്കെ അവർ ഇന്റർവ്യൂ തന്നെ സ്ക്രൂട്ടിനി ചെയ്തിട്ട് അങ്ങോട്ട് കേൾക്കുന്നുണ്ടാവുള്ളൂ. പക്ഷെ ഇന്റേൺഷിപ്സ് എവിടെ ചെയ്യാൻ എന്ന ഓപ്ഷൻസ് ക്യാമ്പസിൽ നിന്ന് തന്നെ കിട്ടൂല എന്ന് കേട്ടു. ഇപ്പം എന്റെ ഇന്റേൺഷിപ്പിന്റെ കാര്യം പറയുകയാണെങ്കിൽ കഴിഞ്ഞ തവണ എനിക്ക് മഹാരാഷ്ട്രയിൽ തന്നെയായിരുന്നു. ഇത്തവണ എനിക്ക് ഇന്റേൺഷിപ്പ് ഊട്ടിയിലാണ്. അപ്പൊ എനിക്ക് ഹിന്ദി ഇപ്പൊ സ്വാഭാവികമായിട്ട് റൂറൽ ഇന്റേൺഷിപ്പ് ആകുമ്പോൾ നമുക്ക് നമ്മുടെ ഭാഷ തമിഴ് അല്ലെങ്കിൽ മലയാളം സംസാരിക്കാനായിട്ട് നമുക്ക് കംഫർട്ട്. അപ്പൊ നമ്മുടെ കോർഡിനേറ്റേഴ്സ് ഉണ്ട്. ഇപ്പൊ ഞാനൊക്കെ പേഴ്സണലി അവരുടെ അടുത്ത് പോയി സംസാരിച്ച് അതൊന്ന് കൺസിഡർ ചെയ്യണം, എനിക്ക് ഹിന്ദിയിൽ അത്രയും ലോക്കൽസിന്റെ അടുത്ത് സംസാരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടാണ് അവര് അത്രയും കൺസിഡറേറ്റ് ആയിട്ടാണ് ഇപ്പൊ കേരളത്തിലാണെങ്കിലും ഇന്റേൺഷിപ്പിന് വിടുന്നുണ്ട്, തമിഴ്നാട്ടിൽ വിടുന്നുണ്ട്, കർണാടകയിൽ വിടുന്നുണ്ട്. അങ്ങനെ ഓരോ സ്ഥലത്തേക്കും ഇന്റേൺഷിപ്പിന് വേണ്ടിയിട്ട് വിടുന്നുണ്ട് അവര് നമുക്ക് അതിന് മുൻഗണന തരും. ഇപ്പൊ നമ്മള് ഭാഷ അറിയാത്ത ഒരു സ്ഥലത്തേക്കാണ് പോകുന്നുണ്ടെങ്കിൽ ഭാഷ അറിയുന്ന ഒരാളെ നമ്മുടെ കൂടെ വിടും. ആ കാര്യം ഇപ്പൊ നമുക്ക് അവരുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രമേ അവർ നമ്മുടെ ഇന്റേൺഷിപ്പിന് വിടുള്ളൂ. അങ്ങനെയാണ് അവിടെ ഇന്റേൺഷിപ്പിന് പൊതുവേ വിടുന്നത്. കൺസിഡറേറ്റ് ആയ നമ്മുടെ പ്രശ്നങ്ങളെയും നമ്മുടെ ഒരു ഫിനാൻഷ്യൽ പ്രോബ്ലംസിനും ഒക്കെ കൺസിഡർ ചെയ്തിട്ട് തന്നെയാണ് അവർ ഇന്റേൺഷിപ്പിന് വിടുന്നത്. ഇന്റേൺഷിപ്പ് നമ്മൾ അങ്ങോട്ടേക്ക് ഫീസ് അടച്ചിട്ടാണ് പോകേണ്ടത്? ചിലയിടത്തൊക്കെ അങ്ങനെ എന്താ കണ്ടിട്ടുണ്ട്. മനസ്സിലായില്ല? ഇല്ല, ഈ ചിലയിടത്ത് ഇന്റേൺഷിപ്പ് ചെയ്യാൻ ഇന്റേൺഷിപ്പിനാണോ? ഇല്ല, ടിസിൽ നിന്ന് നമ്മൾ പൈസ അടച്ചിട്ടല്ല ഇന്റേൺസിനെ വിടുന്നത്. പൈസ അടയ്ക്കേണ്ടി വരും. അത് അടയ്ക്കേണ്ടി വരികയാണെങ്കിൽ ഇപ്പൊ കഴിഞ്ഞ തവണ ഞങ്ങൾക്ക് ഒരു സ്ഥലത്തേക്ക് അടയ്ക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അത് ടിസിൽ നിന്നാണ് പോകുന്നത്, അല്ലാണ്ട് നമ്മുടെ സ്റ്റുഡൻസിന്റെ കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ട് അടയ്ക്കേണ്ടി വരില്ല. പേഴ്സണൽ കോസ്റ്റുകൾ നമ്മൾ അവിടെ താമസിക്കാനോ അല്ലെങ്കിൽ ഫുഡൊക്കെ നമ്മളെ അത് എടുക്കേണ്ടി വരും. നമുക്ക് ഇപ്പോ PHCയിൽ കിട്ടുകയാണെങ്കിൽ അവരുടെ ക്വാർട്ടേഴ്സിൽ നമുക്ക് അക്കോമഡേഷൻ തരും. പക്ഷെ NGOസിലാണെങ്കിൽ നമുക്ക് അക്കോമഡേഷൻ കിട്ടില്ല. NGO നമുക്കറിയാലോ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ ചെലവാക്കേണ്ടി വരും. അതും ഒരു മിതമായ രീതിയിൽ നമുക്ക് അക്കോമഡേഷൻ ഒക്കെ നമ്മുടെ അഫോർഡബിൾ പ്രൈസിൽ കിട്ടുന്ന സ്ഥലത്തേക്ക് കൺസിഡർ ചെയ്തിട്ടാണ് അവർ വിടുന്നത്. ഇപ്പൊ കഴിഞ്ഞ തവണ ഇപ്പൊ ഞങ്ങളെ ബാച്ചിൽ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ തവണ ഇത്തിരി ഫിനാൻഷ്യലി പ്രോബ്ലം ഉള്ള കുട്ടികളെ അങ്ങനെ വിട്ട് പിന്നെ മാറ്റാൻ അങ്ങനെയൊക്കെ സൗകര്യം അവർ ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കൺസിഡർ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഹോസ്റ്റൽ അപ്പൊ എല്ലാവർക്കും കിട്ടൂല? ഹോസ്റ്റൽ എല്ലാവർക്കും കിട്ടില്ല. അത് നമ്മുടെ ഇൻകം നോക്കിയിട്ടാണ് അവർ ഹോസ്റ്റൽ കൊടുക്കുന്നത്. ഓരോ വർഷവും ഓരോ മാനദണ്ഡമായിരിക്കും ഉണ്ടാവുന്നത്. ഇപ്പൊ നമ്മുടെ ഇലക്ട്രിസിറ്റി ബില്ല് നോക്കിയിട്ട് ഇപ്പൊ ചിലപ്പോൾ ഇൻകം സർട്ടിഫിക്കറ്റിൽ നമുക്ക് കുറവായിരിക്കും, പക്ഷെ വീട്ടില് AC ഉണ്ടാവും, കറണ്ട് ബില്ല് കൂടുതലായിരിക്കും. അതൊക്കെ നോക്കിയിട്ടാണ് അവര് ഈ കുട്ടിക്ക് ഹോസ്റ്റലിന് അർഹത ഉണ്ടെന്ന് അവര് തീരുമാനിച്ചിട്ടാണ് കൊടുക്കുന്നത്. നമ്മൾ ഇലക്ട്രിസിറ്റി ബില്ലിന്റെ ഫോട്ടോ ഒക്കെ എടുത്ത് ഇലക്ട്രിസിറ്റി ബില്ല് നമ്മുടെ 6 മാസത്തെ ഇലക്ട്രിസിറ്റി ബില്ലായിരുന്നു ഞങ്ങൾക്ക് കൊടുക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നത്. ഇത്തവണ അതുണ്ടായിരുന്നു. ആരോ MSW പബ്ലിക് ഹെൽത്തും MPHും വലിയ ഡിഫറൻസ് ഉണ്ടോ? അത് കരിക്കുലത്തില് വ്യത്യാസമുണ്ട്. നമ്മൾ കൂടുതൽ ഓറിയന്റഡ് ആയിട്ട് ഇരിക്കുന്നത് ഇപ്പോ ഡോക്ടേഴ്സ് ഇപ്പോൾ മെയിൻ ആയിട്ട് ഏത് ഡിഗ്രി പഠിച്ചാലും പബ്ലിക് ഹെൽത്ത് ഉണ്ടാവും. മെയിൻ ആയിട്ട് ഡോക്ടർ ഡിഗ്രി ഉള്ളവരാണ് ഉള്ളത്. MBBS, BMS, BHMS അങ്ങനെ മെഡിക്കൽ പ്രൊഫഷനോട് ഇത്രയും കൂടെ ചായ്വുള്ള സബ്ജക്റ്റുകളാണ് അവിടെ ഫസ്റ്റ് പഠിപ്പിച്ചു പോകുന്നത്. പക്ഷെ രണ്ടുപേർക്കും ഈ പ്ലേസ്മെന്റ് സെല്ല് കൊണ്ടുവരുന്ന റിക്രൂട്ടേഴ്സിനനുസരിച്ച് പ്ലേസ്മെന്റിന്റെ കാര്യത്തിൽ മാറ്റം ഉണ്ടാവും. പക്ഷെ നമുക്ക് ഇത്രയും കൂടെ സോഷ്യൽ ആക്ടിവിറ്റീസിൽ സാനിറ്റേഷൻ അങ്ങനെ കുറച്ച് കാര്യങ്ങളിൽ അല്ലെങ്കിൽ റൂറൽ ഏരിയയിൽ വർക്ക് ചെയ്യാം. റൂറൽ ഏരിയയിൽ രണ്ട് കൂട്ടർക്കും വ്യത്യാസമുണ്ട്. കരിക്കുലത്തിൽ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. അത് സൈറ്റിൽ നോക്കിയാൽ മനസ്സിലാവും. എനിക്ക് അവരുടെ കരിക്കുലത്തിൽ എന്തൊക്കെയാണ് കറക്റ്റ് വ്യത്യാസം അറിയില്ല. അതുകൊണ്ട് അതില് ഒന്ന് ആഡ് ചെയ്യാനുള്ളത് വെച്ചാൽ ഒന്ന് പിന്നെ പ്യൂർലി എന്താണ് പിന്നെ കുറച്ചും കൂടി
റിലേറ്റഡ് ആയിട്ടുള്ള മേഖലകളിലുള്ള സ്പെഷ്യലൈസേഷൻ ഉള്ള ആളുകളെ തന്നെയാണ് അവർ അഡ്മിഷൻ പോലും എടുക്കാറില്ല. ഇപ്പോൾ ഡോക്ടേഴ്സ് ഒക്കെയാണ് കൂടുതലുണ്ടെങ്കിൽ ഡോക്ടേഴ്സ് എന്നുള്ളതാണ്. സോഷ്യൽ വർക്ക് കുറച്ചും കൂടിയും ഏത് മേഖലയിലുള്ള ആളുകൾക്കും അതിലേക്ക് പോകാം എന്നുള്ളതാണ്. മറ്റത് ആ ഒരു സ്പെസിഫിക്കേഷൻ തന്നെ അവിടെ ഒന്ന് ഓർഗനൈസേഷൻ ലെവലിലുള്ള പോളിസി ലെവലുള്ള കാര്യമായിരിക്കും, മറ്റതൊന്നും കൂടി കുറച്ചും കൂടി പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യമാണ് ഉള്ളത്. രണ്ടും രണ്ട് തന്നെയാണ്. പക്ഷെ രണ്ടിനും പ്ലേസ്മെന്റ്സ് ഉണ്ട്. പക്ഷെ കൂടുതൽ പ്ലേസ്മെന്റ്സ് കാണാൻ പറ്റുന്നത് MPH-ലാണ് എന്നുള്ളതാണ്. MPH-ലാണ് 100% പ്ലേസ്മെന്റ് എന്ന രീതിയിൽ കാണാൻ. വേറെ എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? ലൈക്ക് ഇറ്റ്സ് ഓൾമോസ്റ്റ് 8:42 നൗ. എന്തെങ്കിലും സംശയങ്ങൾ വേറെ ഉണ്ടെങ്കിൽ നമ്മള് 1 hour ആണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്റർവ്യൂല് ഹിന്ദി അറിയോന്നുള്ള ചോദിക്കോ? ഇല്ല, ഹിന്ദി അറിയുമെന്ന് ചോദിക്കില്ല. അവര് ഇവിടെ വന്ന അവര് ഇപ്പൊ എന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങൾ കേരളത്തിൽ നിന്നാണല്ലോ, അപ്പൊ കേരളത്തിൽ നിന്നുള്ളവർക്ക് ഹിന്ദി അറിയാൻ പാടില്ല, അപ്പൊ ഇവിടെ വന്ന എങ്ങനെയാ മാനേജ് ചെയ്യുക, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. അല്ലാതെ ഹിന്ദി അറിയോ, ഹിന്ദി അറിയാത്തത് നമുക്കൊരു നെഗറ്റീവ് മാർക്കായിട്ട് അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അവര് എല്ലാ സംസ്ഥാനത്തു നിന്നുള്ളവരെ ഉൾപ്പെടുത്താനാണ് ഇന്റർവ്യൂവിന്റെ സമയത്ത് മാക്സിമം നോക്കുന്നത്. ക്ലാസ് ഒക്കെ ഇംഗ്ലീഷിലായിരിക്കും അല്ലേ? ക്ലാസ് ഒക്കെ ഇംഗ്ലീഷിലായിരിക്കും. എല്ലാ ക്ലാസ്സും ഇംഗ്ലീഷിൽ തന്നെയായിരിക്കും. ഏവറേജ് പ്ലേസ്മെന്റ് പാക്കേജ് ഒക്കെ ഡിപ്പെൻസ് ഓൺ ദ കോഴ്സ്. അവരുടെ ആ ഒരു കഴിഞ്ഞ വർഷത്തെ സെല്ല് എങ്ങനെയാണ് വർക്ക് ചെയ്തത് അതിനൊക്കെ അനുസരിച്ചിരിക്കും. അതിനെക്കുറിച്ച് പ്ലേസ്മെന്റിനെ കുറിച്ച് ഞാൻ അധികം സംസാരിക്കുന്നില്ല. ഇന്റർവ്യൂ ഇംഗ്ലീഷിലായിരുന്നില്ലേ? ഇന്റർവ്യൂ ഇംഗ്ലീഷിലായിരുന്നില്ലേ? എനിക്ക് മനസ്സിലായില്ല. ഇംഗ്ലീഷിൽ തന്നെയാണ് ഉണ്ടാവുക. ഇംഗ്ലീഷിൽ തന്നെയാണ്. ആവറേജ് പ്ലേസ്മെന്റ് പാക്കേജ് ഇപ്പൊ അവിടെ ഏറ്റവും കൂടുതൽ പാക്കേജ് ഉള്ളത് HRM എന്ന് പറയുന്ന കോഴ്സിലാണ്. ലൈക്ക് ലാസ്റ്റ് ഇയറിൽ ഉണ്ടായിരുന്നത് 1.2 ആയിരുന്നു ആവറേജ് പ്ലേസ്മെന്റ് പാക്കേജ് ഉണ്ടായിരുന്നത്. പെർ മന്ത് 1.2 ലാക്ക് വരെ സാലറി കിട്ടിയിട്ടുള്ളതാണ്. ബാക്കിയുള്ളത് അവർ പ്ലേസ്മെന്റ് ഏറ്റവും ഹയസ്റ്റ് എത്രയാണ്, ആവറേജ് എത്രയാണ് എന്നുള്ള രീതിയിൽ അവരെല്ലാ വർഷവും കൊടുത്തു വിടാറുണ്ട്. എനിക്കത് കഴിഞ്ഞ വർഷത്തിൽ ഇതുവരെ വന്നിട്ടില്ല. അത് ഇൻ ബിറ്റ്വീൻ വരുമായിരിക്കും. വന്നു കഴിഞ്ഞാൽ ഷെയർ മുന്നേ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പൊ ലിങ്ക്ഡിനിൽ ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ കോഴ്സിന് ഒരു പേജ് ഉണ്ടാവും. അപ്പൊ നിങ്ങളുടെ ഏത് കോഴ്സാണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ പേജിൽ, ലിങ്ക്ഡിൻ പേജിൽ അവര് കഴിഞ്ഞ വർഷം ഇന്ന സ്ഥലത്താണ് പ്ലേസ്ഡ് ആയിട്ടുള്ളത്, ഇന്നായിരുന്നു പാക്കേജ് എന്ന് പറഞ്ഞിട്ട് അവർ ഒഫീഷ്യൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഓരോരുത്തരും ഓരോ കോഴ്സാണത്. അപ്പൊ നിങ്ങൾ ആ കോഴ്സ് ഇൻസ്റ്റാഗ്രാമിലും പേജ് ഉണ്ടാവും, ലിങ്ക്ഡിനിലും പേജ് ഉണ്ടാവും. ആ 2 പേജിൽ കയറി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കഴിഞ്ഞ വർഷത്തെ വന്നിട്ടുണ്ടാവില്ല, കഴിഞ്ഞതിന്റെ മുന്നത്തെ വർഷം എങ്ങനെയാണ് പ്ലേസ്മെന്റ് പോയതെന്ന് മനസ്സിലാവും. വർഷത്തെ അഡ്മിഷൻ ഒക്കെ കഴിഞ്ഞില്ലേ? അപ്പൊ ഇപ്രാവശ്യത്തെ കട്ട് ഓഫ് ഒക്കെ എങ്ങനെയാ വന്നത്? ഓക്കെ, ഞാൻ കട്ട് ഓഫ് ജസ്റ്റ് എനിക്ക് വന്നത് ഓരോ കോഴ്സിന്റെ ജസ്റ്റ് ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം കേട്ടോ. ഞാൻ അതിന്റെ ഒരു PDF ഉണ്ട്, ഞാനത് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. അപ്പോൾ സെഷൻ കഴിഞ്ഞ് എല്ലാവരും ലെഫ്റ്റ് അടിച്ച് പോകണ്ട, നമ്മൾ ആ ഗ്രൂപ്പിൽ തന്നെ ഓരോരോ ഇമ്പോർട്ടൻറ്റ് സാധനങ്ങളൊക്കെ ഷെയർ ചെയ്യാം കേട്ടോ. പിന്നെ ഓരോ കോഴ്സിൽ അതിലിടാം, സോ ദാറ്റ് യു ക്യാൻ ഈസിലി മനസ്സിലാക്കാനായിട്ട്. വേറൊരു കാര്യം കൂടി, ഈ സൈക്കോളജി അല്ലാണ്ട് വേറെ ഏത് ഇത് അവിടെ എടുക്കുകയാണെങ്കിലും കുവറ്റ് അല്ലാണ്ട് വേറെ എക്സാം എഴുതണോ? കുവറ്റ് മാത്രമേ ഉള്ളൂ, CUT തന്നെ ഉള്ളൂ, വേറെ എക്സാം എഴുതേണ്ട. അതായത് CAT ആണ് എന്തിൽ എഴുതേണ്ടത്, പിന്നെ മാനേജ്മെന്റ് കോഴ്സുകളായിട്ടുള്ള MA HRM, MA ODC. പിന്നെ CUT തന്നെയാണ് ബാക്കിയുള്ള എല്ലാ എക്സാമും എഴുതുന്നത്. പിന്നെ ഉള്ളത് സൈക്കോളജി സ്റ്റുഡന്റ് ആവുമ്പോൾ ക്ലിനിക്കൽ സൈക്കോളജി സ്റ്റുഡൻസിന് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ ആ കോഴ്സിന്. അല്ലെങ്കിൽ സൈക്കോളജി 2 പേപ്പറെങ്കിലും പഠിച്ചിരിക്കണം എന്നാ മാത്രം. ചില ആളുകൾ സോഷ്യൽ വർക്ക് സൈക്കോളജി പഠിക്കുന്നുണ്ട്, അപ്പൊ അവർക്ക് അപ്ലൈ ചെയ്യാം. അല്ലാതെ സൈക്കോളജി ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അവിടെ സൈക്കോളജിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ഐ തിങ്ക് മോർ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഗ്രൂപ്പിൽ തന്നെ ചോദിക്കാം. ലൈക്ക് അനുഷ ഈസ് ഓൾസോ ദെയർ ഇൻ ദ ഗ്രൂപ്പ്, ഐ ഗസ്. അല്ലെങ്കിൽ അനുഷനെയും കൂടെ അതിലേക്ക് ആഡ് ചെയ്യാം. പിന്നെ അതേപോലെ നമുക്ക് നമ്മളുടെ അലുമിനീസിനെയും കൂടെ അതിലേക്ക് ആഡ് ചെയ്യാം. സോ നിങ്ങളുടെ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ നമുക്ക് അതിൽ തന്നെ ചോദിക്കാം. സോ ഐ ഹോപ്പ് ദ സെഷൻ വാസ് പ്രൊഡക്റ്റീവ്. നിങ്ങളുടെ ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ അറിയിക്കുക. നമുക്ക് നമ്മുടെ ബാച്ചും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സോ those who wanted to take admissions can also take admission.
അപ്പൊ ബാക്കിയുള്ള കാര്യങ്ങൾ എനിക്ക് തോന്നുന്നത് നമുക്ക് ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്യാൻ തോന്നുന്നു. നമുക്ക് സാധാ ഒരു പ്രോഗ്രാം കഴിഞ്ഞിട്ട് എല്ലാവരും പോവുക ചെയ്യാം. സാധാരണ ഗ്രൂപ്പ് അങ്ങനെ പോകണ്ട. കാരണം നിങ്ങൾ സെൽഫായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ പോലും നമ്മൾ മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ നമ്മുടെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യും. ഓക്കെ, സോ താങ്ക് യു അനുഷ ആൻഡ് താങ്ക് യു ഓൾ ഫോർ ജോയിനിങ്. ഇറ്റ്സ് ഓൾമോസ്റ്റ് 8:46 now. സോ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.